ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ഞായറാഴ്ച പകൽ കൂടി കർത്താവ് നമുക്ക് ഒരുക്കി തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു, മഹത്വം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമ്മളൊരു ദൈവവചനം പറഞ്ഞ് നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ് സങ്കീർത്തനം 91 അധ്യായം. മൊത്തം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന ഒരു അധ്യായമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ആമേൻ. നമ്മൾ ആരുടെ നിഴൽ കീഴിലാണ്? കർത്താവിൻ്റെ നിഴലിന് കീഴിൽ പാർക്കുന്നവരാണ്. ആമേൻ. നമ്മളെ മൂടുന്നത്, നമ്മളെ പൊതിയുന്നത്, നമ്മളെ സുരക്ഷിതരാക്കുന്നത് അവൻ്റെ സ്നേഹമാണ്. നമ്മൾ പലപ്പോഴും നമ്മളെപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് നമ്മൾ ആരുടെ കീഴിലാണ് നമ്മൾ വസിക്കുന്നതെന്ന്. ആമേൻ. നമ്മളിന്ന് പകൽക്കാലം ഓർക്കണം, കർത്താവില്ലായിരുന്നു എങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതമെന്ന്. യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നേനെ? ഒരു ശൂന്യമായി പോയേനെ എന്ന് ഗായകൻ എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നു. അപ്പം അങ്ങില്ല എങ്കിൽ എൻ്റെ ജീവിതം വെറും ശൂന്യമാണ്. ആമേൻ. നമ്മളോടൊപ്പം യേശു നടക്കുന്നില്ല എങ്കിൽ, നമുക്ക് വഴികാട്ടിയായി യേശു ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ വഴിയിൽ മൊത്തം നമുക്ക് അപകടങ്ങളായിരുന്നേനെ അല്ലേ? നമ്മുടെ കാക്കുന്ന നമ്മുടെ കർത്താവ് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ആദ്യത്തെ ഗാനം നമ്മൾ പാടി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശുപ്പ, അങ്ങയുടെ സ്നേഹത്തിൽ എന്നെ മറക്കണേ എന്നെ യേശുവേ, അങ്ങയുടെ ശക്തിയാൽ എന്നെ പൊതിയണേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എന്നെ യേശുവേ, അങ്ങയെ ദർശിപ്പാൻ എനിക്കാവണേ. സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ഇന്ന് ഈ ഗാനം നമ്മൾ പാടാൻ പോവാണ്. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമാണപ്പാ. അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ സമർപ്പിക്കുന്നപ്പാ. എന്നെ മുറ്റും നീ കഴുകണമേ, നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കണേ. ഈ ഗാനം നമ്മൾ ഒന്നിച്ച് പാടി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ കർത്താവിനോട് പറഞ്ഞ്, സമർപ്പണത്തോട് നമ്മൾ പറഞ്ഞ് ഇന്ന് പകൽക്കാലം നമ്മളിവിടെ ആരാധിച്ചു തുടങ്ങുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ മാത്രമായിരിക്കുക. നമ്മൾ അലക്ഷ്യമായിരിക്കാതെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയോടെ മാത്രം അല്പനേരം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഈ ഗാനത്തിൻ്റെ ചില വരികൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നിൻ സ്നേഹത്താൽ എന്നെ പറിക്കണേ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ, അങ്ങയെ ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ, നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ യേശുവേ, നീ കഴുകണമേ യേശുവേ, നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കണേ. നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ യേശുവേ, നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ, നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ, അങ്ങയെ ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ. ഏൽപ്പിച്ചു കൊടുത്ത് പാടാമോ? നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ യേശുവേ, നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കണേ. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ,
നിൻ കൃപയോർക്കുമ്പോൾ നിന്നെ ധ്യാനിക്കുമ്പോൾ ഭാവിയാശങ്കകൾ ഒഴിഞ്ഞു മാറും. എന്റെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ യേശുവേ. നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ യേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ. അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ. നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ യേശുവേ. സമർപ്പിക്കാം ഓ യേശുവേ. അങ്ങില്ലെങ്കിൽ ജീവിതം വേറെ ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വേറെ ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വേറെ ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്ന് ജീവിപ്പാൻ എന്നിലെ ദുഃഖങ്ങൾ എന്നിലെ വേദന നിന്നോട് ചേരുമ്പോ ഉരുകി മാറും. ബലഹീനത പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോ മറഞ്ഞു പോകും. ഒരുമിച്ച് പാടാമോ? എന്നിലെ ദുഃഖങ്ങൾ എന്നിലെ വേദന നിന്നോട് ചേരുമ്പോ ഉരുകി മാറും. ബലഹീനത പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വേറെ ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. ഓ യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വേറെ ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. ഓ യേശുവേ അങ്ങില്ലെങ്കിൽ യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ ഈ ജീവിതം വേറെ ശൂന്യമേ. യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകണമേ യേശുവേ. നിന്നോട് ചേർന്ന് ജീവിപ്പാൻ യേശുവേ. അങ്ങില്ലെങ്കിൽ ജീവിതം യേശുവേ അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ
എന്നെ മുറ്റും നീ കഴുകേണം. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. എന്നോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാക്കണേ. ും നിറവേറട്ടെ. നിന്നിഷ്ടങ്ങളിന്നിൽ പൂർണ്ണമാകട്ടെ. ഹിതമിന്നിലിന്നും നിറവേറട്ടെ. നിന്നിഷ്ടങ്ങളിന്നിൽ പൂർണ്ണമാകട്ടെ. ഇന്ന് പകൽ നിൻ ഹിതമിന്നിലിന്നും നിറവേറട്ടെ. അപ്പാ നിന്നിഷ്ടങ്ങളിന്നിൽ പൂർണ്ണ ഒരുകളെ ആരാധിക്കും ഞാൻ. ആരാധിക്കും ഞാൻ എന്നും എന്നും. പാടിയിടും ഞാൻ നിൻ നന്മകളെ. അപ്പാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാൻ ഒരിക്കലും. ഭാവം എന്നിൽ പെരുകി അന്യനായി നിന്റെ നിന്ന്. അപ്പാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാൻ ഒരിക്കലും. പാപം എന്നിൽ പെരുകി അന്യനായി നിന്ന്. എന്നിട്ടും സ്നേഹിച്ചു നീ. എന്നിട്ടും മാനിച്ചു നീ. ഉമ്മതന്നടച്ചു ഉമ്മതന്നടച്ചു നീ. നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ആരാധിക്കും ഞാൻ. ആരാധിക്കും ഞാൻ എന്നും എന്നും. പാടിയിടും ഞാൻ നിൻ നന്മകളെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ആരാധിക്കും ഞാൻ എന്നും എന്നും. പാടിയിടും ഞാൻ നിൻ നന്മകളെ. വീണു ഞാൻ പലതവണയായി. ഓടി ഞാൻ നിൻ പാതേ വിട്ട്. പോയി ഞാൻ നിൻ സന്നിധി നിന്ന്. മാറി ഞാൻ നിൻ ശാരേ നിന്ന്. വീണു ഞാൻ വീണു ഞാൻ പലതവണയാ. ഓടി ഞാൻ നിൻ വാതിൽ വിട്ട്. പോയി ഞാൻ നിൻ സന്നിധി നിന്ന്. മാറി ഞാൻ നിൻ ശാരേ നിന്ന്. എന്നിട്ടും നിൻ സ്നേഹം മാറിയില്ല. നീ എന്നെ തള്ളിയില്ല. നിൻ മുഖം മറച്ചതില്ല. വാഗ്ദത്തം മായ്ച്ചതില്ല. അതുകൊണ്ട് ഹല്ലേലൂയ
ഞാനെന്നുമെന്നും പാടിയിടും ഞാൻ നിൻ നന്മകളെ. ശബ്ദമുയർത്തി പാടാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ആരാധിക്കും ഞാനെന്നുമെന്നും പാടിയിടും ഞാൻ നിൻ നന്മകളെ. നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങൾ എന്നിൽ പൂർണ്ണമാകട്ടെ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും കൊതിയോടെ ഒരിക്കൽ കൂടി പാടാം. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും അങ്ങിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നുമെന്നും പാടിയിടും ഞാൻ നിൻ നന്മകളെ. ആരാധിക്കും ഞാനെന്നുമെന്നും പാടിയിടും ഞാൻ നിൻ നന്മകളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നുമെന്നും പാടിയിടും ഞാൻ നിൻ നന്മകളെ. 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 Hallelujah, Jesus. Amen. വചനത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കുന്നതല്ല, കർത്താവിൻ്റെ ഹിതം നമ്മളിൽ നടക്കുന്നതാണെന്ന് ഉറപ്പുള്ളവർ ശബ്ദമുയർത്തിയൊരു കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും ദൈവത്തോട് പറയാൻ പല അഭ്യർത്ഥനകളും ഉണ്ടാകും. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ പഠനത്തെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് കർത്താവിനോട് പറയാനുണ്ടാകും. പക്ഷെ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പറയുന്ന ഒന്നാണ്, നിന്റെ സ്വർഗത്തിലെ പോലെ എന്ത് ചെയ്യണം, ഭൂമിയിലും ആകണേ. നിന്റെ ഇഷ്ടം എന്താണോ അത് നമ്മൾ ഭൂമിയിലും ആകണേ എന്ന്. കർത്താവിൻ്റെ ഇഷ്ടം നമ്മളിൽ നിറവേറണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമ്മൾ ചൂസ് ചെയ്യുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവ് കാണും, എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും. പക്ഷെ കർത്താവ് നമുക്ക് ഒരുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിഷമാകും. പക്ഷേ വിഷമിക്കേണ്ട, കാരണം അതിൽ എന്തൊക്കെയോ പോരായ്മകൾ കർത്താവ് കണ്ടു. കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു പോരായ്മയില്ലാതെ ഏറ്റവും ബെസ്റ്റായ, ഏറ്റവും പെർഫെക്റ്റ് ആയതാണ് കർത്താവ് നമുക്ക് ഒരുക്കുന്നത്. കർത്താവിൻ്റെ ഹിതം അത് മതി എനിക്കെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ സാരം തന്നെ അതായിരിക്കണം. എൻ്റെ പദ്ധതിയല്ല, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ വഴികളല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുഹിതം എന്നിൽ നിറവേറണമെന്ന്. അതാണ് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹമെന്ന്. അതാണ് നമ്മളിപ്പോൾ പാടിയത്. അപ്പാ അങ്ങയുടെ ഹിതം, നിൻ ഹിതം എന്നിൽ എന്ത് ചെയ്യണം, നിറവേറണമേ അപ്പ. അങ്ങയുടെ ഹിതം എന്താണോ അതെന്നിൽ നിറവേറണം. ഓരോ നിമിഷവും അങ്ങിൽ ചാരി ജീവിപ്പാൻ എന്നിൽ അങ്ങയുടെ ഹിതം എനിക്ക് മതിയെന്ന്. കർത്താവേ, ഇന്ന് പകൽക്കാലം അത് നമ്മൾ വെറുതെ പറയുമല്ല, ഇന്ന് തീരുമാനമെടുത്തിട്ട് അത് നമ്മുടെ സൺഡേ സർവീസ് കഴിയുമ്പോൾ അത് പോകുന്നത് പോലല്ല. ഇന്ന് പകൽക്കാലം അത് ഉറപ്പിക്കണം. ഇനി മുമ്പിൽ നമുക്ക് അധിക കാലമില്ല എന്ന് നമ്മളെല്ലാം കേട്ടു വരുന്ന ഒന്നാണ്. നമ്മുടെ മുമ്പിൽ ഇനി കുറച്ച് കാലമേ ഉള്ളൂ. കർത്താവ് വരാൻ സമയമായിരിക്കുന്നു. ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി അങ്ങയുടെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുവാൻ അപ്പാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന്. ഹല്ലേലൂയ. നമ്മൾ പാടാൻ പോകാണ്. അപ്പാ എൻ്റെ ഇഷ്ടമല്ലപ്പാ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമെന്ന്. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. നമ്മളിത് ശബ്ദമുയർത്തി നമ്മൾ പാടി ആരാധിക്കാൻ പോവാണ്. നമ്മൾ ഈ പാടിയ വരികൾ ശക്തിയോടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളെ തട്ടി ശക്തിയോടെ ഈ ഗാനം നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാം. എൻ ദൈവമേ, നിന്നെ ഇഷ്ടം ചെയ്യുവാനപ്പാ വന്നിടുന്നു ഞാൻ ഇന്ന് മോചമായപ്പാ. ആമേൻ. നമുക്ക് ശക്തിയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഗാനത്തിന് ചില വരികൾ പാടി ശക്തിയോടെ കരങ്ങളെ തട്ടി നമുക്ക് കർത്താവിനെ മഹത്വം ചെയ്യാം. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോചമായി. 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 എൻ്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണം. പറയാമോ? എൻ്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിന്നിടം ചെയ്തോനാം നിൻസുതനെ പോലെ, നിന്നിടം ചെയ്തോനാം നിൻസുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിന്നിടം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിന്നിടം ചെയ്യുവാൻ. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോചമായി. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോചമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം നന്മയും പുനഃപ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നു
എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഓ ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാനറിയുന്നു, സംഗീതമാണെന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. 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 എന്റെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം എന്നിൽ അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ എന്നെ അറിയുന്നു. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ എന്നെ അറിയുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ, ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമാകുള്ളൂ, ഉന്നതനറിഞ്ഞേ സാധ്യമാകുള്ളൂ. നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ. ഞാനവരുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഓ ഞാനവരുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാനറിയുന്നു, സംഗീതമാണെന്നു ഞാനറിയുന്നു. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ ഞാനിന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. ഓ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിന്നിതം ചെയ്തോനാം നിൻ സുതനെ പോലെ, നിന്നിതം ചെയ്തോനാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നു, ഓ ഇന്നു ഞാൻ വരുന്നേ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഈ ജനത്തിന്റെ മേൽ ആഴത്തിൽ ഇറങ്ങി വരട്ടെ. ആഴത്തിൽ ജനത്തിന്റെ മേൽ ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. അൽക്കമാന ബൗഡവേദ ധീരമാന ബൗഡനാദ ധീരമാന ബൗഡവേദ ധീരനാന രംഗനാന ഉടരാബരത്തരാര ധീരമാന ബൗഡവേദ രംഗനാന ധീരമാന ഉടമനമന ബൗഡരാര ബനദിലവൽ ഘടകമന ബൗഡനാദന ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഇന്ന് പകൽ വേദന ബൗഡരാദല നിഗമന വേദാന മന ബൗഡരാദല നിഗമന വേദാന മന ബൗഡരാദന ഉടാരാദരാദ മന 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 ബൗഡരാദ മന ബൗഡരാദല നിഗമന ഉടമന മന മന ബൗഡൻ കമന നിഗമന തല ബൗഡൻ കമന നിഗമന വേദന ബൗഡരാദ മന ഉടമരാദല നിഗമന വേദാന മന ബൗഡരാദന ദിയാല മന ബൗഡരാദന ദിയാല ഉടരാബരതരാദ രംഗരാദ ദീനമാന ബൗഡവേദ രംഗരാദ ദീനമാന അൽക്കമാന ദൂരമാന ബൗഡവേദി രീഗനാന രംഗരാദ രംഗരാദ ദീനമേര ഉടരാബരതരാദ രാദരാദ രംഗരീഗന തുരാദ ബൗഡവേദ ദീനമാന അൽക്കമാന ബൗഡവേദ ദീനമാന ബൗഡരാദ രംഗരീഗനാദ രംഗരാദ രംഗരീഗനാദ അൽക്കമാന ബൗഡവേദ ദീനമാന ബൗഡവേദ ദീനമാന മന 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 ഉടമന മന മന നിഗമനാദല നിഗൽ ഘടകനഗന രംഗരാദന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഈ ജനത്തിന്റെ മേൽ ദൈവികമായ സന്ദർശനങ്ങൾ ഇറങ്ങി വരേണ്ട ദൈവികമായ വിസിറ്റേഷൻ, പരിശുദ്ധാത്മാവിന്റെ വിസിറ്റേഷൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഉടരാമരത്തരാര ധീരമാര ബൗഡവേദരത്തരാര ധീരമാര ബൗഡവേദരത്തരാര അൽക്കമാന ബൗഡവേദ ധീരമാര ബൗഡവേദി രത്തുരീമ രത്തരാര രത്തരാര ധീരമാര ബൗഡവേദ അൽക്കമാന ബൗഡവേദാരമന ബൗഡരാദല നിഗൽ ഘടകരഗന രത്തരാദനാദിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിഗമന ബൗഡരാദല നിഗമന അതുരി ജനദല റിഗൽ ഘടകമന ബൗഡവേദാരമ ശതരാദന രാധരാധരാജഗതുരി മനോരഗാന രാധരാധര ൂടാരാഭാരാധരാധന ധീരൽ ഘടകമന അതുരി ജനദല റിഗൽ ഘടകമന ബൗഡരാധന ധിയാനവ ദൂരവാര ബൗഡവേദാരമ ശതരാധന ൂടാരാഭാരികാരകൾ ഘടകരഗന രംധരാധന ഉടരാധകൾ ഘടകരഗന ധുരമവേദാരമ രാധൽ ഖമാനദല റിഗമന വേദാരമ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടരാദലരികൾ ഘടകമന ബൗഡവേദാരമന അതുരാരദൽ ഘടകമന ബൗഡവേദാരമ ശതരാധനാദിയ ഋഗാരാദൽ ഘടകമന ബൗഡരാദല ഋഗമന വേദി
അടൽക്കമാനതല റിഗമനവേദാരവശതരാധന ൂഢാരാധനാർഗൽ ഘടകരഗന ധുരമനവേദാരവ രാധൽ ഘടകമന മൗഢരാധല റിഗമനവേദി അർക്കജാന മൗഢവേദാരവശതരാധന റീവൽ ഘടകമന മൗഢരാധന ധുരമനാഥകൽ ഘടകരഗന രംഗരാധനാദിയാലവ ധീരമാന മൗഢവേദാരവന മൗഢരാധനാദിയാലവ അർക്കജാന മൗഢവേദാരവ യേശമരിയാധുരി മനതൽ ഘടകരഗന അതുരജാനർദൽ ഘടകമന മൗഢവേദാരവ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ സ്നേഹം പകരുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ. കഴിഞ്ഞ നാളുകൾ നീ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചെങ്കിൽ, എന്തെങ്കിലും സ്വീകരിച്ചെങ്കിൽ, കർത്താവിന് നന്ദി പറയുന്ന ഒരു നിമിഷമായിട്ട് ഇത് മാറട്ടെ. യെസ്, ശാരീരികമായി, മാനസികമായി. മക്കളെ, ഞാൻ കേട്ടൊരു ശബ്ദം പറയാം നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ എത്ര പേരത് മനഃപൂർവ്വമായി ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ദൈവം ചെയ്ത നന്മകൾക്ക് മുൻപിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നാം സ്വീകരിച്ചതിൻ്റെ മുൻപിൽ കർത്താവിന് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന ഒരു അനുഭവമാണ് അവിശ്വസ്തത എന്ന് പറയുന്നത്. അതിന് ഒരു വാക്കുകൂടെ ചേർത്ത് പറയാം: ആത്മീക അവിശ്വസ്തത. ആത്മീക അവിശ്വസ്തത. അത് ഞാനായാലും നിങ്ങളായാലും, എത്ര ഉയർന്നവരാണെങ്കിലും എത്ര താണവരാണെങ്കിലും, കർത്താവിൻ്റെ സ്റ്റേറ്റ്മെന്റ്സ് എൻ്റെ കാതിൽ ഞാൻ കേട്ടത് അങ്ങനെ തന്നെയാണ്. ആത്മീക അവിശ്വസ്തതയെ ദൈവം പൊറുക്കില്ല. ഇന്ന് പകൽ നാം ആലയത്തിനകത്ത് നിൽക്കുമ്പോൾ നന്ദിയോടെ നമുക്ക് ദൈവം ചെയ്തതിനൊത്തവണ്ണം 103-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ മനസ്സ് തുറന്ന് നമുക്കൊന്ന് പറയാം: എൻ മനമേ നീ യഹോവയൊന്ന് വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇന്ന് പകൽ എത്ര പേര് അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറയും: ദൈവം എനിക്ക് ചെയ്തതൊന്നും ഞാൻ മറക്കില്ല. കർത്താവ് എനിക്ക് ചെയ്തതൊന്നും ഞാൻ മറക്കില്ല. കർത്താവ് എനിക്ക് ചെയ്തതൊന്നും ഞാൻ മറക്കില്ല. ദൈവരാജ്യത്തിനു വേണ്ടി ആലയത്തിനകത്ത് നിൽക്കുന്ന മക്കളെ, കർത്താവ് ചെയ്തതൊന്നും മറക്കാതെ. സത്യമായിട്ട് നമ്മൾ ഇന്ന് ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ, ജീവനോടെ ഈ ആലയത്തിനകത്ത് നിൽക്കേണ്ടവരല്ല. നമ്മൾ ഫേസ് ചെയ്ത ഇഷ്യൂസ്, നമ്മൾ ഫേസ് ചെയ്ത രോഗം, നമ്മൾ ഫേസ് ചെയ്ത പ്രതിസന്ധി, നമ്മൾ ഫേസ് ചെയ്ത ഓരോ അനുഭവങ്ങൾ നോക്കിയാൽ, പക്ഷേ കർത്താവിൻ്റെ കരുണ, ഇന്നലെ പകൽ കേട്ടതുപോലെ കർത്താവിൻ്റെ ഭയങ്കര കരുണയാണ്. ഇന്ന് പകൽ എത്ര പേര് പറയും: ആ കരുണ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുക, എന്നിലൂടെ ആ ദൈവിക കരുണ മറ്റുള്ളവരിലേക്കൊന്ന് ഒഴുകാൻ, എന്നിലൂടെ ആ കരുണ മറ്റുള്ളവരിലേക്കൊന്ന് പകരപ്പെടാൻ. ശാന്തമായ അന്തരീക്ഷത്തിൽ ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവൊന്ന് തൊടട്ടെ. ശാന്തമായ അന്തരീക്ഷത്തിൽ ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവൊന്ന് തൊടട്ടെ. ശാന്തമായ അന്തരീക്ഷത്തിൽ ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവൊന്ന് തൊടട്ടെ. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നൊരു കാലം നമുക്ക് പുറകിലില്ലേ? ആർക്കും വേണ്ടാതിരുന്നൊരു കാലം നമുക്ക് പുറകിലില്ലേ? അവിടെയല്ലേ യേശു നമ്മെ തേടി വന്നത്. നാം അങ്ങോട്ട് ചെന്നതല്ലല്ലോ, നമ്മെ തേടി ഇങ്ങോട്ട് വന്നതല്ലേ.
സീസൺ ഉണ്ടായിരുന്നവർ എന്നോട് ചേർന്ന് പലരും കണ്ടിട്ട് കാണാതെ പോയില്ലേ? ആരും കാണാതെയുള്ള ചിലരുടെ വിതുമ്പലുകൾ എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? ചിലരുടെയൊക്കെ ഹൃദയം ആഴത്തിൽ കവർന്നെടുത്തില്ലേ? നിന്നെ കുഞ്ഞേന്ന് വിളിച്ചില്ലേ? നിന്നെ അമാറോട് ചേർത്ത് പിടിച്ചില്ലേ? അതുകൊണ്ട് പറ, എനിക്കൊന്ന് പാടാനുണ്ട്. ദൈവം നടത്തിയ നന്മകൾ ഓർക്കുന്നവർ നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്തത് ഓർക്കുമ്പോൾ ആ പദം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഒരു ആത്മീയ അവിശ്വസ്തത നമ്മുടെ അകത്ത് വരാതെ അപ്പനോടൊന്ന് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഈ പകലിൽ മനസ്സ് തുറന്ന് കർത്താവിന്റെ തിരുമേശയിലേക്ക് കൈനീട്ടാൻ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കുക. കർത്താവിന്റെ തിരുമേശ ഇന്ന് പകൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കേട്ടൊരു ശബ്ദമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എത്ര പേർ എന്നോട് ചേർന്ന്, ഞാൻ ഉൾപ്പെടെ എന്നോട് ചേർന്ന് എത്ര പേരുടെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ആത്മീയ അവിശ്വസ്തതകളിൽ നിന്ന് ഞങ്ങൾക്ക് ജയം പ്രാപിച്ച് ജയാളികളായി ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സമാധാനം, കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. യൂദയുടെ ലേഖനത്തിൽ ഇന്നലെ പകൽ നമ്മൾ ഉണർവിന്റെ മീറ്റിംഗിൽ ധ്യാനിച്ച ഭാഗമാണ്. കർത്താവ് പറയുന്നു, ദൈവം തൻ്റെ കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിപ്പിക്കും. ഇന്ന് പകൽ ആ ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമുക്കൊന്ന് അടുത്തു ചെല്ലാം. ആ ദൈവിക സമാധാനത്തിലേക്ക് നമുക്കൊന്ന് അടുത്തു ചെല്ലാം. ദൈവിക സ്നേഹത്തിലേക്ക് നമുക്കൊന്ന് അടുത്തു ചെല്ലാം. ധൈര്യമായി പറയാം, ധൈര്യമായി പറയാം, ധൈര്യമായി പറയാം, ധൈര്യമായി പറയാം. കർത്താവേ, ആത്മീയ അവിശ്വസ്തതകൾ ക്ഷമിച്ച്, ആത്മീയ അവിശ്വസ്തതകൾ ക്ഷമിച്ച് ഒരു പുതിയ അനുഭവത്തിലാക്കി മാറ്റണമേ.
സദൃശ്യവാക്യം 16-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. സദൃശ്യവാക്യം 16-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം. ആമേൻ. ദൈവസന്നിധിയിൽ നമ്മൾ വായിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വായിച്ച് സഹായിച്ചാലും. ഗർവികളോട് കൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ ഓക്കെ. ഇവിടെ നമ്മൾ ചില ഗ്രൂപ്പുകളെയാണ് കണ്ടത്. ഞാനത് വിശദീകരണങ്ങളില്ല, ഒറ്റ വാക്കിൽ അത് പറഞ്ഞു പോകാം. ഒന്ന്, ഗർവികൾ എന്നൊരു ഗ്രൂപ്പിനെ നമ്മളവിടെ കണ്ടു. 2, താഴ്മയുള്ളവർ എന്നൊരു ഗ്രൂപ്പിനെ നമ്മളവിടെ കണ്ടു. 3, തിരുവചനം പ്രമാണിക്കുന്നവർ എന്നൊരു ഗ്രൂപ്പിനെ നമ്മളവിടെ കണ്ടു. 4, യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നൊരു ഗ്രൂപ്പിനെ നമ്മളവിടെ കണ്ടു. ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്ന് അടുത്തൊരു ഗ്രൂപ്പിനെ കൂടെ നമ്മളവിടെ മനസ്സിലാക്കി. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, വൺ സ്കിൽഡ് ഇൻ ബിസിനസ് ഡിസ്കവേഴ്സ് പ്രോസ്പെരിറ്റി ബട്ട് ദ വൺ ഹു ട്രസ്റ്റ് ഇൻ ഗോഡ് ഈസ് ബ്ലെസ്ഡ് ബിയോണ്ട് ബിലീവ്. ആമേൻ. സ്കിൽഡായിട്ട് ബിസിനസ് ചെയ്യുന്നവർ ഉയർച്ചയുള്ള മേഖലകളെ കണ്ടെത്തും. എന്നാൽ ആമേൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമായി അനുഗ്രഹിക്കപ്പെടും. അപ്പം നമ്മൾ ആമേൻ ഹല്ലേലൂയ സ്കിൽഡ് ബിസിനസ് ആമേൻ ഉള്ള ആൾക്കാർ എന്നൊരു ഗ്രൂപ്പിനെ നമ്മൾ അവിടുന്ന് മനസ്സിലാക്കി. ഇങ്ങനെ 5 വിധത്തിലുള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകളുടെ അനുഭവങ്ങൾ നിൽക്കുമ്പോൾ അതിൽ പരമപ്രധാനമായ ഉപദേശം, പ്രബോധനം നമുക്ക് മുൻപിൽ വന്നത് നാം ഗർവികളുടെ കൂടെ ആകരുത് എന്നുള്ളതാണ്. ഗർവികളുടെ കൂടെ അവിടുത്തെ പദം കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോട് കൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. സ്തോത്രം. അപ്പം ആ ഒരു അനുഭവത്തിൽ നമ്മൾ തുടങ്ങി യൂദയുടെ ലേഖനത്തിലേക്ക് നമ്മുടെ ചിന്തയെ നമ്മൾ പരിശുദ്ധാത്മാവിൽ കൊണ്ടുവന്ന് യൂദയുടെ ലേഖനത്തിൽ ആമേൻ വളരെ വ്യക്തമായി ആമേൻ ഹല്ലേലൂയ കർത്താവ് ആമേൻ നമ്മൾ പറഞ്ഞു വന്നതുപോലെ താഴ്മയുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരെ നോക്കി കർത്താവ് ആമേൻ പറയുന്ന ഒരു പദം. ഈ ആമേൻ യൂദയുടെ വാക്കുകളിൽ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അടുത്തത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവത്തിൻ്റെ കരുണ എന്ന വിഷയവും ദൈവത്തിൻ്റെ സമാധാനം എന്ന വിഷയവും കഴിഞ്ഞ പകലിൽ ഉണർവിൻ്റെ മീറ്റിങ്ങിൽ വളരെ ദൈവികമായ നിയോഗത്തോടു കൂടിയുള്ള പ്രവചന ശബ്ദങ്ങളിലൂടെ നമ്മൾ അവിടുന്ന് കടന്നുപോയി. ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചവരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവിക കരുണ പ്രാപിച്ച നാം നമ്മളിലൂടെ ദൈവത്തിൻ്റെ കരുണ മറ്റുള്ളവരിലേക്ക് കൈമാറണം. ചേർന്നൊരാമേൻ പറയാമോ? ഞാൻ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്നെങ്കിൽ, ദ മേഴ്സി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ വന്നിരിക്കുന്നെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നിൽ നിന്നും ആ കരുണ എങ്ങോട്ട് പോകണം? മറ്റുള്ളവരിലേക്ക് പോകണം. നമ്മൾ ചിലരെ നോക്കി പറയുന്ന പോലെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കത്തില്ല എന്ന പദം ഉപയോഗിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരുണയുള്ളവർ ആകാൻ പാടില്ല. ആമേൻ ഹല്ലേലൂയ. അവർ എപ്പോഴും മറ്റുള്ളവർക്ക് കരുണ കൊടുക്കുന്നവർ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് TPTയിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അവിടെ കൊടുത്തിരിക്കുന്ന പദം നമ്മൾ വായിക്കുമ്പോൾ ഒന്നുകൂടെ നമുക്കത് ആമേൻ കാണാൻ കഴിയും. ആമേൻ. ടു ലീവ് ഹൈ ആൻഡ് മൈറ്റി എമംഗ് ദ റിച്ച് ആൻഡ് ഫേമസ്. ഓക്കെ, 19-ാമത്തെ വാക്യം ചേർന്ന്. ഓക്കെ, ഇറ്റ്സ് ബെറ്റർ ടു ബി മീക്ക് ആൻഡ് ലവ്ലി ആൻഡ് ലീവ് എമംഗ് ദ പുവർ. ആമേൻ. സാധാരണപ്പെട്ടവരുടെ, പാവപ്പെട്ടവരുടെ കൂടെ നമ്മൾ ജീവിക്കുന്നതാണ് നല്ലത്. ആൻഡ് ടു ലീവ് ഹൈ ആൻഡ് മൈറ്റി എമംഗ് ദ റിച്ച് ആൻഡ് ഫേമസ്. നമ്മുടെ ലോകം വന്നിരിക്കുന്നതെല്ലാം ധനികരായവരുടെ കൂടെയും ഫേമസ് ആയവരുടെ കൂടെയും ഒക്കെ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് എപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്നത് പാവപ്പെട്ടവരുടെ കൂടെയാണ്. യേശുവിനെ അറിയാതെ വഴിയെ ഇങ്ങനെ എന്താ പറയുക, യേശുവിനെ അറിഞ്ഞിട്ടും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പോകുന്നവരെ കുറിച്ചല്ല. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ദൈവിക പണിഷ്മെൻ്റായി ചിലർക്ക് വരുന്ന ചില ശോധനകളുണ്ട്. അതിനകത്ത് കയറി തലയിട്ട് കൊടുത്ത് നമ്മൾ പണി വാങ്ങിക്കരുത്.
ആ വാക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. ദൈവം ചിലരെ കറക്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ചില മേഖലകളുണ്ട്. അവിടെയാണ് നമുക്ക് ഭയങ്കര കമ്പാഷൻ തോന്നുന്നത്, നമുക്ക് ഭയങ്കര മനസ്സലിവ് തോന്നുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദൈവം കറക്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്ന, നിങ്ങൾ വചനത്തിൽ വായിച്ചിട്ടില്ലേ, യഹോവ ബാധിച്ചു. ആമേൻ, അങ്ങനെ വരുന്ന അനുഭവങ്ങളുണ്ട്. അവരെ കറക്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്, അവരെ നേരെയുള്ള വഴിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് എന്നോട് ചേർന്ന് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ? ഹലോ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. വണ്ടി മാറി കയറി പോയിട്ട് എവിടെ വന്ന് കിടക്കുക, പക്ഷെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അവനെ മടക്കി കൊണ്ടുവരാൻ. അതിനു വേണ്ടിയാണ് ആമേൻ അവിടെ ഒരു മത്സ്യത്തെ ഒരുക്കുന്നത്, അതിനു വേണ്ടിയാണ് അവിടെ ഒരു ക്രമീകരണം. അതിന് നമ്മൾ 3 ദിവസം ഉപവാസം ഇരുന്ന് മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്ന് യോനയ്ക്ക് കേട് വരാതിരിക്കാൻ പ്രാർത്ഥിക്കണ്ട. ഹലോ, ഇച്ചിരി കേട് വന്നിട്ടാണെങ്കിലും അവൻ നന്നാകുന്നതാണ് നല്ലത്. ചേർന്നൊരാമേൻ പറഞ്ഞു. പ്രൈസലോ. അപ്പം ഞാനത് പറഞ്ഞത്, ഈ സാധുക്കളോട് കൂടി ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേദനിക്കുന്നവരോട് കൂടെ എന്ന് പറയുമ്പോൾ ദൈവം കറക്റ്റ് ചെയ്യുന്ന ചിലരുണ്ട്, ദൈവം കറക്റ്റ് ചെയ്യുന്ന ചില പാതകളുണ്ട്. ഞാൻ പോയിട്ടുണ്ട് ആ പാതയിലൂടെ, എനിക്ക് ധൈര്യമായിട്ട് പറയാം. ദൈവം എന്നെ കറക്റ്റ് ചെയ്ത ഒത്തിരി വേദനിക്കുന്ന പാതയിലൂടെ ഞാൻ പോയിട്ടുണ്ട്. പ്രൈസലോ. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഒരു മനുഷ്യനും ഇല്ലല്ലോ, അപ്പനെയും കാണുന്നില്ല, അമ്മയും കാണുന്നില്ല, സഹോദരങ്ങളെയും കാണുന്നില്ല. പിന്നത്തേതിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയട, ഇവരെയൊക്കെ കാണാതിരുന്നത് ഞാൻ മാറ്റി നിർത്തിയതാ, കാരണം നീ കറക്റ്റ് ആവണം. നല്ല ആമേൻ പറയുന്നില്ല. നമ്മൾ കറക്റ്റാവാനുള്ള മേഖലകളിൽ, ഹല്ലേലൂയ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ചില അനുഭവങ്ങളിൽ നിങ്ങൾ നോക്കിയേ, ഒരു യാത്ര ചെയ്യുന്ന ഒരു ഒരു സഹോദരൻ അവൻ മുറിവേറ്റ് അർദ്ധപ്രാണനായി കിടക്കുമ്പോൾ അവിടെ ഒരു ശമരിയക്കാരൻ വരുന്നത്, അത് ദൈവത്തിൻ്റെ ഒരു നിയോഗത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. ആമേൻ. ഒറ്റ വാക്ക് ഞാൻ പറയാം, അബദ്ധത്തിൽ നമ്മൾ ചാടരുത്. അബദ്ധത്തിൽ ചാടിയാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ പരാജയപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ആമേൻ, ആ അനുഭവങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ മേഴ്സി, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സമാധാനം, ഇത് രണ്ടും നമ്മൾ ചിന്തിച്ച വിഷയമാണ്. ഇന്ന് ഞാൻ 3-ാമത്തെ വാക്കിലേക്ക് വേഗത്തിൽ നിങ്ങളെ ആമേൻ കൊണ്ടുവരുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, യൂദ പറയുന്ന വാക്കിതാണ്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ആർക്കാണ്? ഹലോ, പറഞ്ഞേ. നിങ്ങൾ മിണ്ടുന്നില്ല, പിണങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വർദ്ധിക്കട്ടെ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു കരുണയും വേണ്ട. വേണോ? സമാധാനം വേണോ? വേണം. സ്നേഹം വേണോ? ഓക്കെ. ഇത് വർദ്ധിക്കണം. ഇത് വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. ഇത് വർദ്ധിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തെ മാർവോട് ചേർക്കണം. ഇത് വർദ്ധിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൽ നിന്ന് അകലാതെ നിൽക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓക്കെ. ഇന്ന് പകൽ ആമേൻ 1-2 വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഈ പദത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ ക്രിസ്തുവിൽ അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ ആമേൻ പറഞ്ഞ് ക്ലോസ് ചെയ്ത ആ വാക്യം ആമേൻ ഒന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് വരികയാണ്. യൂദയുടെ ലേഖനം അതിൻ്റെ 4-ാമത്തെ വാക്യം. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും കർത്താവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന. ചോദ്യം, എങ്ങനെയാണ് ഒരുവൻ കർത്താവിനെ നിഷേധിക്കുന്നത്? നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന, അടുത്ത വാക്ക്, അഭക്തരായ ചിലർ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അഭക്തരായ ചില മനുഷ്യർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണ് ഈ അഭക്തരായ മനുഷ്യർ എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്? കർത്താവിനോട് പറഞ്ഞു, മോനെ, ഈ നമ്മുടെ പ്രത്യേകിച്ചും മലയാളികളായ നമ്മുടെ ഒരു പ്രശ്നം, ചുമ്മാ ഇരിക്കുന്ന പിശാചിനാണ് എല്ലാ ക്രെഡിറ്റും. മിണ്ടുന്നില്ല. അവൻ ചിന്തിച്ചിട്ട് പോലുമില്ല നിന്റെ വീട്ടിൽ വന്ന് നിന്റെ സ്വസ്ഥത കെടുത്തണമെന്ന്. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് സ്വസ്ഥത പോയത്. പക്ഷേ പോകുന്ന ക്രെഡിറ്റ് ആർക്കാണെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഭക്തി കെട്ട അഭക്തർ അവൻ നുഴഞ്ഞു കയറി വന്ന് ഭക്തിയുള്ളവന്റെ ഭക്തിയെ ചോദ്യം ചെയ്ത് അതിൽ നിന്ന് ഭക്തിയിൽ നിന്ന് അവനെ പുറകോട്ട് വലിക്കുമ്പോൾ നമ്മൾ പോകുന്ന ആ മേഖലകളെ ആത്മാവിലൊന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവം നമ്മൾ പലപ്പോഴും പറയുന്നു നമ്മൾ വിശ്വാസികളാണ്. നമ്മൾ ആരാണ്?
വിശ്വാസികളാ. സ്തോത്രം. ഞാൻ ഈ വചന ധ്യാനത്തിൽ നിന്നുകൊണ്ട് ദൈവമക്കളോട് ഇന്ന് പകൽക്കാലം പറയാം, നമ്മുടെ ചർച്ചിൽ നിങ്ങൾ ആരും പറയല്ലോ വിശ്വാസികളാന്ന് പറയല്ലോ. നമ്മൾ ആരും ആരായിട്ട് നിൽക്കരുത്. ആമേൻ. ലോകത്തിൽ എല്ലാവർക്കും എന്തുണ്ട്? വിശ്വാസമുണ്ട്. ദൈവമില്ലെന്ന് പറയുന്നവൻ അവൻ്റെ വിശ്വാസം ഇല്ലേ? ഹലോ, കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർക്ക് പുള്ളിയുടെ വിശ്വാസം ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഏത് സംഭവം എന്തെടുത്താലും അവർക്ക് എന്തുണ്ട്? ആമേൻ. അതുകൊണ്ട് നമ്മളും വിശ്വാസിയാണെന്നുള്ളതിലല്ല, കർത്താവ് പറയുന്നു നമ്മൾ ആരായി മാറണം? ക്രിസ്തുവിൻ്റെ ഭക്തരായി മാറണം. ചേർന്നൊരാമേൻ പറയാമോ? ആമേൻ. അതുകൊണ്ട് ധൈര്യത്തോടെ പറയണം, ഭക്തിയുടെ വേഷമല്ല, എനിക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തു ഭക്തനായി മാറണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എത്ര ദൈവമക്കൾ സന്തോഷത്തോടെ പറയും, ഈ ദിവസങ്ങൾ എനിക്ക് ക്രിസ്തുവിൻ്റെ ഭക്തനായി മാറണം. സ്തോത്രം. ഓക്കെ. ആമേൻ. ഇങ്ങനെ ഭക്തികെട്ട, ആമേൻ, ഹല്ലേലൂയ, എന്താ പറയുക, അഭക്തരായ ചില മനുഷ്യർ ആമേൻ നുഴഞ്ഞു വന്നിരിക്കുക. അടുത്ത വാക്ക് നിങ്ങൾ നോക്കി, അവരുടെ ഈ ശിക്ഷാവിധി പണ്ടേ ഞാൻ എഴുതി വെച്ചിരിക്കുക. ആരുടെയാ? പറഞ്ഞേ. അഭക്തരുടെ ശിക്ഷാവിധി ഇന്ന് എഴുതിയതല്ല. എന്റെ പൊന്നു ദൈവമക്കളെ, ഞാനും നിങ്ങളും ഭക്തി കെട്ടു മാറിയപ്പോൾ ദൈവം എഴുതി വെച്ചതല്ല. ദൈവം ഇത് പണ്ടേ എഴുതി വെച്ചു. അഭക്തനാണോ നീ ഇത് അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. ഭക്തിയുടെ വേഷത്തിനകത്താണോ നീ ഇതിലൂടെ പോകും. ഇത് പണ്ടേ എഴുതി വെച്ചിരിക്കുക. അങ്ങനെയാണ് ഞാൻ തിരിച്ചു പറയട്ടെ, അഭക്തനുള്ള ശിക്ഷാവിധി പണ്ടേ എഴുതിയിട്ടുണ്ടെങ്കിൽ ഭക്തനുള്ള നന്മയും പണ്ടേ എഴുതിയിട്ടില്ലേ? നിങ്ങൾ എന്നോട് ചേർന്നൊരാമേൻ പറയാമോ? അപ്പൻ കൂടെ നിൽക്കത്തില്ല, അമ്മ കൂടെ നിൽക്കത്തില്ല, ഭർത്താവ് കൂടെ നിൽക്കത്തില്ല, ഭാര്യ കൂടെ നിൽക്കത്തില്ല. പക്ഷെ നീ ഭക്തനായി ജീവിച്ചാൽ ദൈവം നിന്റെ കൂടെ നിൽക്കും. ഓ, നിങ്ങൾക്കൊരു നല്ല ആമേൻ പറയാൻ പറ്റുമെങ്കിൽ വായി തുറന്നൊന്ന് ആമേൻ പറഞ്ഞോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആര് കൂടെ നിന്നില്ലെങ്കിലും ആമേൻ, സ്വർഗത്തിലെ ദൈവം കൂടെ നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. എത്ര തന്നെ പ്രതിസന്ധികൾക്കകത്തൂടെ പോയാലും, എത്ര തന്നെ വെല്ലുവിളികൾക്കകത്തൂടെ പോയാലും, എത്ര തന്നെ എന്താ പറയേണ്ടത്, ശോധനകളിലൂടെ പോയാലും, ഇന്ന് പകൽ നമ്മുടെ അകത്തുണ്ടാകേണ്ട ഒരു വാക്കതായിരിക്കണം, ഞാൻ ഭക്തിയോടെ ജീവിക്കും. ഞാൻ ഭക്തിയോടെ ജീവിക്കും. ഉറക്കെ പറഞ്ഞേ, ഞാൻ ഭക്തിയോടെ ജീവിക്കും. ഞാൻ യഹോവ ഭക്തിയോടെ. ആമേൻ. കുഞ്ഞുങ്ങളെ നോക്കി പറയുന്ന ഒരു വാക്കായിട്ട് മാത്രം നിങ്ങൾ എടുക്കരുത്. യഹോവ ഭക്തി നമ്മൾ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ നോക്കിയാ പറയുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറയാം, ദൈവമക്കളെ നോക്കിയാ പറയേണ്ടത്. യഹോവ ഭക്തി ഉണ്ടോ, നിനക്ക് ജ്ഞാനമുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. എന്തിനുള്ള ജ്ഞാനം? തിന്മകളെ തിരിച്ചറിയാനുള്ള ജ്ഞാനം, മുൻപോട്ട് പോകുന്ന ആപത്തുകളെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം, അടുത്ത ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു ജ്ഞാനം നമുക്കുണ്ടാവും. എവിടാണെങ്കിൽ? ദൈവഭക്തിയിലാണെങ്കിൽ. കരമടിച്ചു കർത്താവിന് ഒരു നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ നോക്കിയേ, തിരുവചനത്തിനകത്തു ഭക്തരായി ജീവിച്ച ആമേൻ ചില പ്രവാചകന്മാർ, ഭക്തരായി ജീവിച്ച ചില ദൈവമക്കൾ, അതിലുപരി ഞാൻ ധൈര്യത്തോടെ പറയാം, ഭക്തരായി ജീവിച്ച ചില അമ്മമാർ, ആമേൻ, ഒന്നും കൂടെ താന്നു പോയി പറഞ്ഞാൽ ഭക്തരായി ജീവിച്ച ചില വിധവമാർ. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിനകത്തോട് ഓടിയ ചിന്തകളാണ് ഈ ദിവസങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ഭക്തരായവരെ ലോകം അറിഞ്ഞില്ല, ഭക്തരായവരെ കുടുംബക്കാർ അറിഞ്ഞില്ല, ഭക്തരായവരെ ലോകം ആദരിച്ചില്ല, ഭക്തരായവരെ കുടുംബക്കാർ ആദരിച്ചില്ല. പക്ഷെ അവരുടെ പട്ടിണിയിൽ, അവരുടെ വേദനയിൽ, അവരുടെ ഭാരത്തിൽ സ്വർഗത്തിന്റെ പ്രൊവിഷൻ അവിടെ ഇറങ്ങി വന്നു. ഇന്ന് ഞാൻ ആ ദൈവസഭയെ നോക്കി പ്രവചിച്ചു പറയാ, ആമേൻ, എനിക്കും നിങ്ങൾക്കും ഭക്തിയോടെ ജീവിക്കുവാൻ പറ്റിയ ഒരു ലോകമല്ലിത്. പക്ഷെ എൻ്റെ പ്രിയ കൂടപ്പിറപ്പേ, ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഭക്തിയോടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യമല്ലെങ്കിലും, ഭക്തിയോടെ ജീവിക്കാൻ പറ്റിയ ലോകമല്ലെങ്കിലും, നീ ഭക്തിയോടെ ജീവിക്കുന്നെങ്കിൽ നിന്റെ ഇടതും വലതും മാറാതെ അടുത്തു വന്നു നിന്ന് നമ്മെ മാനിച്ച് പുറത്തെടുത്ത് നമുക്ക് വേണ്ടി വഴികളെ തുറന്നു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇതിനകത്തുണ്ട്. ആ കൃപ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽക്കാലം കരമടിച്ചു കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്, കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക് ഹേതുവാക്കി, അന്യാരാധനകൾക്ക് ഹേതുവാക്കി, അന്യവിചാരങ്ങൾക്ക് ഹേതുവാക്കി, ആമേൻ, ദൈവികമല്ലാത്ത പദ്ധതികൾക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്നു.
എങ്ങനെ നിഷേധിക്കുന്നു? യേശുവിനേക്കാൾ മറ്റെന്തിനെ ഞാൻ വലുതായി കാണുന്നു? കർത്താവ് പറയുന്നു, നീ എന്നെ നിഷേധിക്കുകയാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ലോകത്തിൽ ഒന്നുമല്ല യേശുവിനേക്കാൾ വലുതെന്ന് എന്നോട് ചേർന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കൾ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു പ്രതികരണം കാണാൻ ആഗ്രഹിക്കുക. അങ്ങനെയുള്ളവർ ആ രണ്ട് കരങ്ങളും ചേർത്തടിച്ചിട്ട് പറ, എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലുത് എന്റെ യേശുവാ. ഉടലമന ഹൃദുരിജനതൽ ഘടകമനാദിയ അർക്കമാന ബൗഡവേദാരബ ശതരാധനാദിയാല റാദൽ ഘടകമന ബൗഡവേദാരബ ശതരാധന. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ലോകത്തിന്റെ ഒരു നന്മയല്ല, ലോകത്തിന്റെ ഒരു പൊസിഷനല്ല, ലോകത്തിന്റെ ഒരു വ്യക്തിയല്ല, ലോകത്തിന്റെ ഒരു സാഹചര്യമല്ല, ലോകത്തിന്റെ ഒരു ആചാരമല്ല, ലോകത്തിന്റെ ഒരു ആഘോഷമല്ല. എനിക്ക് വലുത് എന്റെ യേശുവാണ്. എനിക്ക് വലുത് എന്റെ യേശുവാണ്. ഇത് പറയുന്നവരെ നോക്കി കർത്താവ് പറയാ, എന്റെ കരുണ ഞാൻ നിങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കാൻ പോകുകയാ, എന്റെ സമാധാനം ഞാൻ നിങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കാൻ പോകുകയാ. അടുത്ത പദം നമ്മൾ ധ്യാനിക്കാൻ പോകുകയാ, എന്റെ സ്നേഹം ഞാൻ നിങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കാൻ പോകുകയാ. ശബലാരദൽ ഘടകമനാദിയ. സ്തോത്രം. ഇനി ശാന്തമായി നമുക്ക് അനുഭവങ്ങളിലേക്ക് ഒന്ന് പോകാം. ഒന്നും കൂടെ യൂദയുടെ ലേഖനത്തിലെ വാക്യം ഇനി ഒന്ന് വായിച്ചു സഹായിക്കുക. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പ്ലീസ്. ഇല്ല മോനെ, രണ്ടാമത്തെ വാക്യം. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കട്ടെ. ആരോട് നോക്കിയാ പറയുന്നത്? യൂദ എഴുതി ഇതിന്റെ ഒന്നാം വാക്യത്തിനകത്തു നിന്ന് നമുക്ക് അവരെ തിരഞ്ഞെടുക്കാം. യേശു ക്രിസ്തുവിന്റെ ദാസനും പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്? എത്ര പേർ എന്നോട് ചേർന്ന് പറയും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്? ഉറപ്പുണ്ടോ? ഹലോ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടോ? തിരിച്ചു പറയണ്ട. തിരിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ പണിഷ്മെന്റ് ആയിപ്പോ. മനസ്സിലായില്ല? ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പല്ലേ? തിരിച്ച് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. ചിലപ്പോൾ അത് എന്താ പറയണ്ടേ, വലിയൊരു ഇതിലേക്ക് പോകും. പ്രൈസലോ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നു, പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്നോ. ഒന്നുകൂടെ ചോദിച്ചേ, കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് ഉറപ്പുണ്ടോ? എങ്ങനെ അറിയാം ദൈവം സ്നേഹിക്കുന്നെന്ന്? എങ്ങനെ അറിയാം? ആമേൻ. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന കുടുംബജീവിതത്തിൻ്റെ അകത്തെ ആമേൻ സംസാരങ്ങളിൽ ഉള്ള കാതലായ ഭാഗം, എന്നെ എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കുന്നില്ല. ചിലരുടെയൊക്കെ മുഖം കണ്ടിട്ട് എനിക്ക് പ്രവചിക്കാൻ തോന്നുന്നുണ്ട്. ഓക്കെ, ആമേൻ, ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നിടത്ത് പറയുന്നത്. ഇനി മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ഇഷ്യൂസിനകത്തും വരുന്നത്, എന്നെ എന്ത് ചെയ്യുന്നില്ല? എന്നേക്കാൾ സ്നേഹം അവനെയാണ്, എന്നേക്കാൾ സ്നേഹം ഇവളെയാണ്. അമ്മയ്ക്കല്ലേലും മൂത്തതിനെ മതി, അപ്പനല്ലേലും ഇളയതിനെ മതി. ഇങ്ങനെ ഉള്ള വേർതിരിവുകളുടെ മേഖലയാണ് സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ, അല്ലേ? കുറവുകൾ സംഭവിക്കുന്നത്. പക്ഷെ ഇന്ന് പകൽ എൻ്റെ ചോദ്യം, എത്ര പേര് ധൈര്യത്തോടെ പറയും എൻ്റെ അപ്പ എന്നെ സ്നേഹിക്കുന്നുണ്ട്? നിങ്ങളൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ. ഈ മെസ്സേജിൻ്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ ഭാരവും മാറുമെന്നാണ് എൻ്റെ ചിന്ത. ആമേൻ. കാരണം എനിക്കത് ഭയങ്കര സന്തോഷമായതുകൊണ്ടാണ്. സ്തോത്രം. ഓക്കെ, അപ്പം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുറപ്പുണ്ടോ? പറഞ്ഞേ. ഇനി നിങ്ങൾ ശാന്തമായിട്ട് എൻ്റെ കൂടെ വരണം. ഇന്നൽപ്പം വ്യത്യസ്തമായിട്ട് തന്നെ പോകാം. ആമേൻ. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഉറക്കെ പറ. ചൊടി എനിക്കിട്ട് കാര്യമില്ല, ശബ്ദം ഉയരണം. തിരിച്ച് സ്നേഹിക്കണമെന്ന് ആരോ പറഞ്ഞു? അതാരോ പറഞ്ഞേ? അവിടെ പറഞ്ഞു. ഓക്കെ, ഉറക്കെ പറ. അനുസരണം. ഓക്കെ, സുസ്നാലി പറഞ്ഞു അനുസരണം. ഓക്കെ, കരുതൽ. ഓക്കെ, കരുതൽ. ദേഷ്യമോ? ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടോ? അവനെ പിടികിട്ടി. അവനെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് അടിച്ച് ശരിയാക്കിയിട്ടിരിക്കുക. അപ്പോൾ അവന് മനസ്സിലായി എനിക്ക് അവനോട് ഒത്തിരി സ്നേഹമുണ്ടെന്നുള്ളത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ അനുസരണമാണെന്ന് പറഞ്ഞു, തിരിച്ച് സ്നേഹിക്കുന്നതാന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. നല്ല അടി കൊടുത്ത് വളർത്തുന്നതാന്ന് പറഞ്ഞു. അത് കറക്റ്റാ.
വചനം അത് പറയുന്ന ഒരു ഭാഗമാണ്. ആമേൻ ഹല്ലേലൂയ. നല്ല അടി കൊടുത്ത് മക്കളെ വളർത്തിയാൽ, ആമേൻ ഹല്ലേലൂയ, അങ്ങനെയല്ലേ വചനത്തിൽ പറയുന്നത്, വടിയെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, പോട്ടെ. ഓക്കെ, നമുക്ക് ആ വിഷയത്തിലേക്ക് വരണം. ഓക്കെ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്ക് ശരിക്കും എനിക്കിപ്പം മനസ്സിലായി, ശരിക്കും നിങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കുന്നില്ല എന്ന്. ഈ മറുപടിക്കകത്തുനിന്ന് എനിക്ക് ക്ലിയറായി. ഉറക്കെ പറ. ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എപ്പോഴും കൂടെ ഉണ്ടാകണമെന്നാ. ആണോ അല്ലയോ? അതാ ആ ക്ലോസ്നെസ്, ആ പ്രസൻസ്. ആമേൻ. ബൈബിളിലെ വാക്ക് തന്നെ എടുക്കാം, അഭേദ്യമായ ബന്ധം, ഗ്രേറ്റ് ഇന്റിമസി, ആർക്കും മാറ്റാൻ പറ്റാത്ത ആ ബന്ധം എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കിയേ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും എന്ന് പറയുമ്പോൾ അതിനകത്താഴത്തിൽ നിൽക്കുന്ന ഒരു കാര്യം ഇതാണ്, യേശു എപ്പോഴും കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എപ്പോഴും, ഞായറാഴ്ച ആരാധനയ്ക്ക് വരാതിരിക്കുമ്പോഴും കൂടെ ആരുണ്ട്? യേശു ഉണ്ട്. പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും ആര് കൂടെയുണ്ട്? പറഞ്ഞേ. നമ്മൾ തെറ്റായത് ചിന്തിക്കുമ്പോഴും ആര് കൂടെയുണ്ട്? നമ്മൾ ഒരാൾക്കെതിരെ അകത്ത് കയ്പ് പറയുമ്പോഴും ആര് കൂടെയുണ്ട്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. ആമേൻ. കർത്താവ് നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ പരാജയങ്ങളും, നമ്മുടെ എല്ലാ വിജയങ്ങളും, നമ്മുടെ എല്ലാ അനുഭവങ്ങളും ഒരുപോലെ അറിയുന്നവനായി ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഇനി തിരിച്ചാണ്, എൻ്റെ യേശു എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക് വിഷമമാകുന്ന ഒന്ന് എന്നിലൂടെ ഞാൻ ചെയ്യത്തില്ലെന്ന് ആ ഒരു ഉറപ്പാണ് ദൈവത്തിന് നമുക്ക് കൊടുക്കേണ്ടത്. സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചേ, ഞാൻ ഒരാളെ ആഴമായി സ്നേഹിക്കുന്നു, പക്ഷെ ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, എന്നെ കാണുന്നു, എന്നെ കേൾക്കുന്നു, എന്നെ അറിയുന്നു, എന്നെ മനസ്സിലാക്കുന്നു, വളരെ ക്ലോസ് ആയിട്ട് അടുത്തുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തത് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, ആമേൻ, ആ സ്നേഹം നിലനിൽക്കുമോ ഇല്ലയോ? സ്തോത്രം. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും, ഞാൻ ഒരു കാര്യം പറയാം, സ്നേഹത്തിൽ വഞ്ചന കാണിക്കാൻ എൻ്റെ അപ്പയ്ക്ക് അറിയില്ല. നിങ്ങൾ എത്ര പേര് എന്നെ ഉൾക്കൊള്ളുന്നെന്ന് എനിക്കറിയത്തില്ല. സ്നേഹത്തിൽ വഞ്ചന കാണിക്കാൻ ആർക്കറിയത്തില്ല? യേശുപ്പയ്ക്ക് അറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് അവൻ രാത്രി നോക്കുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കുന്നില്ല. അവൻ പകൽ നോക്കുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കേണ്ട സമയം ആരാധിക്കുന്നില്ല. അവൻ നോക്കുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി പോകേണ്ട മേഖലകളിൽ പോകുന്നില്ല. കർത്താവ് നോക്കുമ്പോൾ നാം ഇരിക്കേണ്ട മേഖലയിൽ ഇരിക്കുന്നില്ല. അതിനപ്പുറം ദൈവത്തിന് ഇഷ്ടമല്ലാത്തതെല്ലാം നമ്മളുടെ അകത്തൂടെ സംഭവിക്കുമ്പോൾ കർത്താവ് പറയാ, സ്റ്റിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ്, നീ എപ്പോൾ എൻ്റെ അരികിലേക്ക് മടങ്ങി വരുമെന്ന്. സ്തോത്രം. ആമേൻ. ഇനി നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് പറയാം. നമ്മുടെ കൂടെ എപ്പോഴുമുള്ള അപ്പ, എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ, നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്നവൻ, നമ്മുടെ ഞെരുക്കങ്ങൾ അറിയുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, ആമേൻ ഹല്ലേലൂയ, കർത്താവിന് ഇഷ്ടമല്ലാത്ത മേഖലയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒരു മടങ്ങി വരവുണ്ടാവും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന അവർക്ക് വിശ്വാസികളാ മക്കളെ, അവരൊക്കെ വിശ്വാസികളാ. അവർ വിളിക്കും അല്ലേ? സീസണൽ ഫെയ്ത്തുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്തോ എന്ന് പറയണ്ടേ, ഓരോ സീസണിലുള്ള വിശ്വാസങ്ങൾ. ആമേൻ ഹല്ലേലൂയ. ആ സമയങ്ങൾ അവർ വിളിക്കും. അവർ നിലത്ത് വേണേ കിടന്ന് ഉരുളും, അവർ പല സംവിധാനങ്ങളും ചെയ്യും. പക്ഷേ ആ സ്നേഹമൊന്നും ഒരിക്കലും എന്ത് ചെയ്യാറില്ല? നിലനിൽക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിലനിൽക്കുന്ന സ്നേഹമാണ് എൻ്റെ അപ്പ എനിക്ക് തന്നതെങ്കിൽ എൻ്റെ അപ്പയെയും ഞാൻ തിരിച്ചു സ്നേഹിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ നന്മയെന്ന് പറയാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഒന്നുകൂടെ ഞാൻ പുറകോട്ട് പോകാം. ദൈവം കാരുണ്യവാനായതുകൊണ്ട്, ദൈവം കരുണ ചെയ്യുന്നവനായതുകൊണ്ട്, ദൈവം തൻ്റെ
മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് കരുണ ചെയ്യാനാണ്. ദൈവം സമാധാനമായതുകൊണ്ട് തൻ്റെ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നതും സമാധാനത്തിൻ്റെ വക്താക്കളായി നിൽക്കാനാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവ സ്നേഹമായതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതും നാം സ്നേഹം കൊടുക്കുന്നവരായി മാറാൻ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്കിൽ, ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഞാൻ ധൈര്യത്തോടെ പറയാം, വാങ്ങുന്നതിനേക്കാൾ നല്ലത് അവരൊക്കെ പറഞ്ഞേ. ആമേ, നിങ്ങൾ കർത്താവിനെ ഒന്ന് സ്നേഹിച്ച് നോക്കാവോ? ഒരു ചലഞ്ച് പോലെ ഞാൻ പറയാം. സ്തോത്രം. എനിക്ക് ഇന്നലെ രാത്രി ഒത്തിരി, എനിക്ക് എന്താ പറയണ്ടേ, ഭയങ്കരമായിട്ടൊരു ആ പദം ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് പറയുന്നത്, ഒരു ആത്മീയ പ്രാന്ത് വന്ന രാത്രിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ അടുക്ക വന്ന ആ ദൈവിക പ്രസൻസ് മാറാതെ നിന്ന് എന്നെ ആഴമായി സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എൻ്റെ ആമേൻ ഹല്ലേലൂയ, എന്നോട് ചേർന്നിരുന്നു കൊണ്ട്, എന്നോട് ചേർന്ന് കിടന്നുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന ആ ഒരു അനുഭവം അസാധാരണമായി ഞാൻ അനുഭവിച്ചൊരു രാത്രിയായി. എനിക്ക് മനസ്സിലായി, എൻ്റെ കണ്ണുകളുടെ ക്ഷീണമോ, എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണമോ, എൻ്റെ ഉറക്കത്തിൻ്റെ ഭാരമോ ഒന്നും നോക്കാതെ അരികത്തിരുന്നു കൊണ്ട് ആമേൻ എന്നോട് സംസാരിച്ച് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച ഒരപ്പൻ്റെ ശബ്ദം കഴിഞ്ഞ രാത്രി കേട്ടതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇന്ന് പറയൂ, യേശുവിനെ സ്നേഹിച്ചാൽ അവൻ കുഞ്ഞെ നിന്നെ കൈവിടത്തില്ല. ഇല്ല 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 ഇല്ല, ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. യേശുവിനെ ആഴമായി സ്നേഹിച്ചാൽ അവൻ കൈവിടത്തില്ല. ഇല്ല ഇല്ല മക്കളെ, ഇല്ല ഇല്ല ഇല്ല. ആമേൻ ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞൊരു ശബ്ദമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഉലകത്തിൽ എൻ്റെ സ്നേഹം അനുഭവിച്ചിട്ട് എന്നിൽ നിന്നും മാറുന്നവൻ അവനൊരു മൃഗപ്രായനായിരിക്കും. സ്തോത്രം. ഞാൻ എന്നെ തന്നെ പുറകോട്ടൊന്ന് ചിന്തിച്ചു. സത്യമല്ലേ? ഹല്ലേലൂയ. വിശന്ന് നടന്ന എത്രയോ ദിനരാത്രങ്ങൾ, വസ്ത്രമില്ലാതെ നടന്ന എത്രയോ അനുഭവങ്ങൾ, കൂട്ടുകാരില്ലാതെ നടന്ന എത്രയോ മേഖലകൾ, ആരെയും കാണാനില്ലാതിരുന്ന അനുഭവങ്ങൾ, അതിൻ്റെ അകത്തു നിന്ന് ദൈവം ഇറങ്ങി വന്നു എന്ന് പറയുന്നത് പോലെ എന്നല്ല, ദൈവം ഇറങ്ങി വന്ന് കരം പിടിച്ചു നടത്തിയ, സൂക്ഷിച്ചു പരിപാലിച്ച എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇന്നൊരു പകൽക്കാലം ഞാൻ ധൈര്യത്തോടെ പറയാ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നാം ആത്മാവിൽ തിരിച്ചറിയുക. എൻ്റെ വചനമല്ല, എൻ്റെ പ്രബോധന ശബ്ദം അതല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ദിവസങ്ങൾ ചിലരുടെ മേൽ കർത്താവ് പച്ചയുടെ സ്നേഹം വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ഒന്നും മനസ്സിലാക്കിക്കേ. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇപ്പം ഈ ദിവസങ്ങളിലെല്ലാം വീട്ടിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആമേൻ ഹല്ലേലൂയ. നമ്മളൊക്കെ നന്നായി മനുഷ്യരെ സ്നേഹിച്ചിരുന്നൊരു കാലം നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മനുഷ്യർക്ക് പരസ്പരം എന്തില്ലാതെ മാറി? സ്നേഹമില്ലാതെ മാറി, അല്ലേ? അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും പാസ്റ്ററാണെങ്കിലും വിശ്വാസികളാണെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ആമേൻ സിബ്ലിങ്സ് സഹോദരങ്ങളാണെങ്കിലും ഏത് ബന്ധമായിക്കോട്ടെ, ഇവർക്കൊന്നും എന്തില്ലാതെ മാറി? സ്നേഹമില്ലാതെ മാറി. പക്ഷേ എൻ്റെ വീട്ടിലെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ വീട്ടിലൊരു ആമേൻ ഹല്ലേലൂയ ചെറിയൊരു പെറ്റ്സിനെ വളർത്തുന്നുണ്ട്. അതിനോട് ഇവർ കാണിക്കുന്ന സ്നേഹം ഞാനില്ല കേട്ടോ. ഇവർ കാണിക്കുന്ന സ്നേഹം, ഇവർ കാണിക്കുന്ന ആ കൊഞ്ചല്, അമ്മയുടെ തക്കടുക്കുടുവല്ലേ എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഈ ഭാഷയൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ പൊന്നെ, ഞാൻ വീട്ടിൽ പറയും ആമേൻ ഹല്ലേലൂയ, ഞാൻ ഉൾപ്പെടെ പറയും, നമുക്ക് സത്യത്തിൽ ഇപ്പം മനുഷ്യനെ സ്നേഹിക്കാനല്ലേ എസ്തേറെ? അവിടെ കൊണ്ടുവരണം. എനിക്കറിയാം തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, ഒന്ന് തിരിച്ചറിയാനാ പറഞ്ഞത്. ഒന്ന് തിരിച്ചറിയാൻ. നമ്മുടെ മാനുഷിക ബന്ധങ്ങളോട് നമ്മളൊരു ഐ ലവ് യു പറഞ്ഞിട്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര നാളുകളായി? തിരിച്ച് കർത്താപ്പച്ചിയോട് മുഖത്ത് നോക്കി ഐ ലവ് യു അപ്പ എന്നൊന്ന് പറഞ്ഞ് ആ പ്രസൻസ് ഒന്ന് അനുഭവിച്ചിട്ട്, ഞാൻ തുറന്നു പറയാം, സ്നേഹിക്കുന്നവൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ സ്നേഹം നിലനിൽക്കില്ല. സ്നേഹിക്കുന്നവൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ സ്നേഹം നിലനിൽക്കില്ല. സ്നേഹിക്കുന്നവൻ്റെ എന്താ പറയേണ്ടത്, നന്മകൾ അനുഭവിച്ചില്ലെങ്കിൽ സ്നേഹം നിലനിൽക്കില്ല. ശബ്ദമില്ലെങ്കിൽ, പ്രസൻസ് ഇല്ലെങ്കിൽ, നന്മയില്ലെങ്കിൽ, ആമേൻ, അല്ലെങ്കിൽ നന്മയെന്നോ ഗിഫ്റ്റെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ആഡ് ചെയ്തോ, അതില്ലെങ്കിൽ ആ സ്നേഹം എന്ത് ചെയ്യത്തില്ല? നിലനിൽക്കത്തില്ല. വചനത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ അത് വ്യാജമായി മാറും. എന്നാൽ നിർവ്യാജമാകണമെങ്കിൽ ആമേൻ ആ സ്നേഹം ആമേൻ എപ്പോഴും ശബ്ദിക്കുന്നതായി മാറണം. അതുകൊണ്ടാണ് ഞാൻ ആമേൻ വിവാഹ ശുശ്രൂഷകളിൽ ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആമേൻ, കമ്മ്യൂണിക്കേഷൻ തകർന്നാൽ, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ തകർന്നാൽ കുടുംബജീവിതത്തിന്റെ വിള്ളൽ തുടങ്ങി എന്നർത്ഥം.
സ്തോത്രം. നമ്മുടെയൊക്കെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഭർത്താവ് ഭാര്യയോട് സംസാരിച്ചാൽ, ഭാര്യ ഭർത്താവിനോട് സംസാരിച്ചാൽ, ആമേൻ ഹല്ലേലൂയ, വീട്ടിനകത്ത് തന്നെയാണേലും ചോദിച്ചു തുടങ്ങും, എന്തായിരുന്നു അവൻ്റെ ചെവി കടിച്ചു പറിക്കുന്നത്, എന്താ അവൻ. എൻ്റെ പൊന്നു കുഞ്ഞെ, അവര് സംസാരിക്കേണ്ടവരാണ്. ഹലോ, അവര് സംസാരിക്കേണ്ടവരാ. അവരുടെ സംസാരം ബ്രേക്കായി തുടങ്ങിയാൽ, ലിമിറ്റ് വന്നു തുടങ്ങിയാൽ, പരാജയത്തിൻ്റെ സീഡ് വീണെന്നർത്ഥം. പ്രൈസലോ. ഞാൻ പണ്ട് വിവാഹ ശുശ്രൂഷകളൊക്കെ നടത്തുന്ന സമയത്ത് ആമേൻ, ഞാൻ ഇങ്ങനൊരു സന്ദേശം ഞാൻ എടുക്കാറുണ്ടായിരുന്നു. പ്രൈസലോട് ഹല്ലേലൂയ. ഞാൻ അതിനെ LIC എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. നമ്മളെല്ലാം പലപ്പോഴും സുരക്ഷിതമായി നമ്മുടെ ജീവിതത്തെ ഇതാക്കുന്നതിന് വേണ്ടി ആമേൻ എടുക്കുന്നതാണ് ഇൻഷുറൻസ്. പ്രൈസലോ. പക്ഷേ വിവാഹ വേദിയിൽ ഞാനത് പ്രസംഗിക്കാറുണ്ട്. ലവ്, ആമേൻ, ഇൻറ്റിമസി, ആമേൻ ഹല്ലേലൂയ, അഭേദ്യമായ ബന്ധം, ആമേൻ, കമ്മ്യൂണിക്കേഷൻ. പ്രൈസലോ. ആമേൻ, ഇത് മൂന്നും സ്ട്രോങ് ആയാൽ നമ്മുടെ കുടുംബജീവിതം സുരക്ഷിതമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്കാ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. അത് കേട്ടിട്ട് നിങ്ങളുടെ ആരുടെ മുഖത്തൊരു ചിരി വന്നില്ല? കർത്താവിന് നിങ്ങളെ ആണ്ടിലൊന്ന് വരുന്ന മാവേലി അല്ല കർത്താവ്. സ്തോത്രം. അവൻ എന്നും എൻ്റെ കൂടെയുള്ളവനാ. വല്ലപ്പോഴും വന്ന് അവൻ ഇച്ചിരി അവിയലുണ്ടാക്കി തിന്നോടാന്ന് പറയുന്നവനല്ല എൻ്റെ അപ്പൻ. എന്നും എന്നെ സുരക്ഷിതമായി പോറ്റുന്നവനാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ എൻ്റെ അപ്പയുടെ സ്നേഹം ഞാൻ അതുപോലെ അനുഭവിക്കാനാ കർത്താവ് തുറന്നു തന്നെ. ഇനി അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കണേ. കർത്താവിനോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നീ ധൈര്യത്തോടെ ഈ കുഞ്ഞുങ്ങളോട് പറയണം. ഞാൻ എൻ്റെ ബിന്ദുവിനോട് പലപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സാണ് ഞാൻ ഇന്ന് പകലതിലൂടെ പറയാം. ആമേൻ ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ആമേൻ. നിങ്ങൾ എത്ര പേര് പറയുന്നു വൺ വേ ലവ് നിലനിൽക്കത്തില്ല? ഹലോ, നിൽക്കുവോ? എന്നും കർത്താവ് നമ്മളെ സ്നേഹിക്കണം. എപ്പോഴും കർത്താവ് നമ്മളെ കൂടെ ഇരിക്കണം. പക്ഷേ ഓണം വരുമ്പം ഞാൻ കർത്താവിനെ മാറ്റിയിട്ട് പോവും. പിന്നെ സംക്രാന്തി എന്നല്ലേ പറയുന്നത്, വരുമ്പം പോവും. ആമേൻ. പിന്നെ ആഘോഷങ്ങൾ വരുമ്പം പോവും. കർത്താവ് ഈ അവിയലും ഉപ്പേരിയും പിന്നെ സംഭവം ഒന്ന് കഴിച്ചിട്ട് ഇപ്പം വരാം. വേണ്ട, എൻ്റെ പൊന്ന്, കർത്താവിനെ വിട്ടു നീ പോകരുത്. ഒരാമേൻ പറയാവോ? ഒരാമേൻ പറയാവോ? ഒരാമേൻ പറയാവോ? ഒരാമേൻ പറയാവോ? സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയതാ, ഒരു പ്ലേറ്റ് കഴിച്ച് എന്താ പറയണേ, ഒരു കുഴി ചാകുമെന്ന് പറഞ്ഞ് നിന്നവരൊക്കെ ഉണ്ടല്ലോ. വേദന വന്നപ്പോൾ ഏതിലെ പോയെന്ന് കണ്ടില്ല. ഇല്ലായ്മ വരുമ്പോൾ ഒറ്റ ഒരെണ്ണം കൂടെ നിൽക്കത്തില്ല കർത്താവല്ലാതെ. നിങ്ങൾ അനുഭവം ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. കർത്താവല്ലാതെ വേറെ ആരും കൂടെ നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ പറയൂ, ഉലകത്തിൽ ആരെന്നാ പറഞ്ഞാലും ശരി, എൻ്റെ ഈ അവസാന ശ്വാസം പോകുന്നിടം വരെ ഞാൻ യേശുവിനെ സ്നേഹിക്കും. ആമേൻ ഹല്ലേലൂയ. പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ നോക്കിക്കേ. ക്രിസ്തുവിൻ്റെ പറ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ഞാൻ തിരിച്ചു പറയാ, ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ. സ്തോത്രം. ഇപ്പൊ പലർക്കും പറ്റുന്നില്ലേ? ഗൾഫിൽ നിന്ന് വരുന്നവരോ അമേരിക്കയിൽ നിന്ന് വരുന്നവരോ വന്നാൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പോയി. പണമുള്ളവരെ കണ്ടാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ പോയി. സൗന്ദര്യമുള്ളതിനെ കണ്ടാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ പോയി. ആമേൻ ഹല്ലേലൂയ. പലതിൻ്റെയും മുമ്പിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ. പക്ഷെ പൗലോസ് പറയാ, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ, ആമേൻ, സത്യമാ, ഇതിനൊന്നും നമ്മളെ മാറ്റാൻ പറ്റത്തില്ല. കാരണം കഷ്ടത വരുമ്പോൾ കർത്താവ് അല്ലാതെ ആരും കൂടെ കാണത്തില്ല. പട്ടിണി വരുമ്പോൾ കർത്താവ് അല്ലാതെ ആരും കൂടെ കാണത്തില്ല. പക്ഷേ ആഘോഷം വരുമ്പോൾ, നന്മ വരുമ്പോൾ, ഉയർച്ച വരുമ്പോൾ, കഴിഞ്ഞ ദിവസം കർത്താവ് എന്നെ വാൺ ചെയ്തൊരു കാര്യമാണ്. എനിക്കത് എങ്ങനെ സത്യത്തിൽ ദൈവമക്കളുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് എനിക്കറിയത്തില്ല. കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ്, മക്കൾ, മോനെ, ഞാൻ പല നന്മകളും പലർക്കും കൊടുത്തതാണ്. ആമേൻ. അവരെന്നിൽ നിന്ന് അകലാനുള്ള കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞ വാക്കാ, ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം, വേറൊന്നിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ആകരുത്. കർത്താവ് പറഞ്ഞു, ഞാനൊരു വാഹനം കൊടുത്തു. ആ വാഹനം കൊടുത്തപ്പോൾ ഇപ്പൊ അവർക്ക് ടൂറായി ആലയത്തിലില്ല.
ഞാൻ കേട്ട ശബ്ദമാണ് പറയുന്നത്, ഞാൻ കേട്ട ശബ്ദമാണ്. എനിക്ക് ആമേൻ ബൈബിൾ എടുത്ത് ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയാം. ആമേൻ ഹല്ലേലൂയ. ഞാൻ കേട്ട ശബ്ദം പറഞ്ഞത്, കർത്താവ് പറഞ്ഞു ഞാൻ വാഹനമില്ലാത്തടത്ത് വാഹനം കൊടുത്തു. ഇപ്പം അത് ദൈവരാജ്യത്തിനില്ല, കിട്ടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലേ. ആമേൻ ഹല്ലേലൂയ. എല്ലാം ദൈവത്തിനും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനും വേണ്ടി. പക്ഷേ പിന്നത്തേതിൽ വന്നപ്പം ഇതൊക്കെ അങ്ങ് മാറിപ്പോയി. വീടും അതുപോലെ കർത്താവ് എന്നോട് പറഞ്ഞു മോനെ ആമേൻ, ഞാൻ എന്നെ കർത്താവ് ചില മേഖലകൾ കാണിച്ചിട്ട് പറഞ്ഞു, വീട് ദൈവനാമത്തിന് വേണ്ടി തുറന്നു കൊടുത്ത് പ്രാർത്ഥിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത മക്കൾ ഈ ആലയത്തിനകത്തുണ്ട്. പക്ഷേ അതിനകത്ത് പ്രാർത്ഥന മുടങ്ങിയിട്ട് നാളുകളായി. നിങ്ങൾ വിശ്വസിക്കുകയില്ലോ എന്ന് എനിക്കറിയത്തില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, മോനെ ഞാൻ കൊടുത്ത നന്മകൾ പലതും ആമേൻ ഹല്ലേലൂയ അവർ എന്താ പറയേണ്ടത് സ്വീകരിച്ചിട്ട് ആദ്യം ഒരു വാക്ക് പറഞ്ഞില്ലേ, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരു മേഖലയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പക്ഷേ ആമേൻ ഹല്ലേലൂയ ഉയർച്ച വന്നിട്ടും ഭാരം വന്നിട്ടും നഗ്നത വന്നിട്ടും ആമേൻ ഹല്ലേലൂയ കുടുംബത്തിനകത്ത് ബന്ധങ്ങൾ ആമേൻ 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 വേർപാടുകൾ സംഭവിച്ചിട്ടും ക്രിസ്തുവിൽ നിന്നും മാറാതെ നിൽക്കുന്നവരെയും കർത്താവ് എന്നെ കാണിച്ചു. എനിക്ക് അത് ഓർത്ത് സന്തോഷമുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കുഞ്ഞെ ഇത് എന്നെ കർത്താവ് കാണിക്കുന്ന മേഖലയാണ്. എത്ര വന്നിട്ടും അവർ പിന്മാറുന്നില്ല, അവർ മാറുന്നില്ല. ആമേൻ ഹല്ലേലൂയ. അവരുടെ മൂഡ് ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ ആത്മീയത്തിനകത്തൊരു തലമുടി നാരിന് പോലും മാറ്റം വരാതെ നിന്നവർ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? കർത്താവ് പറയാ, ആമേൻ ഹല്ലേലൂയ, എൻ്റെ സ്നേഹം നിങ്ങളുടെ അകത്തൊന്ന് വർദ്ധിക്കട്ടെ. കരുണ വർദ്ധിക്കുന്നതോടൊപ്പം സമാധാനം വർദ്ധിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവം പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു കുടുംബം നമ്മുടെ ചർച്ചിലെ അല്ല, മർത്തോമ ഫാമിലിയാണ്. ആമേൻ. ഭയങ്കരമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കുടുംബം, ഞങ്ങളും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. ആമേൻ ഹല്ലേലൂയ. പക്ഷേ ആമേൻ ഹല്ലേലൂയ ഒത്തിരിയും ആമേൻ അനുഭവങ്ങളിൽ പല മേഖലകളിലൊക്കെ ഇങ്ങനെ എന്തോ പറയണ്ടേ, ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ എന്തോ ആമേൻ ഇവൻസുകളിലൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട്. ആമേൻ. ചില സമയങ്ങളിലൊക്കെ ആമേൻ. പക്ഷേ ആമേൻ പലപ്പോഴും അങ്ങനെ കൂടുന്ന സമയത്തെല്ലാം ആമേൻ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, അയ്യോ അവർ നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത്. സ്തോത്രം. നിങ്ങൾക്ക് പിടിയിട്ടുണ്ടോ? ആമേൻ ഹല്ലേലൂയ. നമ്മളെ കണ്ടിട്ട് എന്ത് ചെയ്തില്ല? ആമേൻ. നിങ്ങൾക്ക് അനുഭവമില്ലേ? ചില കല്യാണത്തിന് ചെല്ലുമ്പം അല്ലെങ്കിൽ പിന്നെ എന്താ ഇവന്റ് പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഓക്കെ, ഏതെങ്കിലുമൊക്കെ ഇവൻസുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മെ പറഞ്ഞ പോലെ അവരിങ്ങനെ റിച്ച് ആൾക്കാരെയും ഫേമസ് ആൾക്കാരെയും ഒക്കെ നോക്കിയിട്ട് ഒത്തിരിയും പരിചയമുള്ള നമ്മളെ കാണാതെ ഇങ്ങനെ പോകുമ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല? അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം തന്നാൽ മതി, നിങ്ങൾക്ക് ഫീൽ ചെയ്ത മുഴുവൻ സംഭവം ഞാൻ എഴുതി തരാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ. നമുക്ക് ആമേൻ ആ ഫീൽ ആമേൻ എന്താ കാണണമെന്നറിയാമോ? അപ്പോൾ ആമേൻ ആമേൻ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. ചില മേഖലകളിൽ ചിലർക്ക് നമ്മൾ കുറഞ്ഞവരായി തോന്നും. പിടികിട്ടിയില്ല. ചില ഒക്കേഷൻസിൽ നമ്മൾ അവരുടെ ഒപ്പം ഉള്ളവരാണെന്ന് എന്ത് ചെയ്യത്തില്ല, തോന്നത്തില്ല. അവരെക്കാൾ നമ്മൾ ആരായി തോന്നും? കുറഞ്ഞവരായി തോന്നും. അതുകൊണ്ട് ആമേൻ അവർ കൂടുന്നവരുടെ ഇടയിൽ നമ്മുടെ അടുക്കൽ വന്ന് മിണ്ടിയാൽ അവർക്ക് എന്തോ കുറവ് പോലെ തോന്നിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം സംഭവിച്ചത് ആമേൻ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇതുപോലെ കർത്താവ് പച്ച എന്നോട് പറഞ്ഞത് ആമേൻ ഹല്ലേലൂയ ഇന്നലെ ദാരിദ്ര്യത്തിൽ കിടന്ന്, പട്ടിണിയിൽ കിടന്ന്, വീടില്ലാതെ കിടന്ന്, വണ്ടിയില്ലാതെ കിടന്ന്, പായില്ലാതെ കിടന്ന്, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനില്ലാതെ കിടന്ന് ആ അനുഭവത്തിൻ്റെ അകത്തു നിന്ന് ദൈവം നമ്മളെ മാനിച്ചു. ഇപ്പം നമുക്ക് നല്ല വണ്ടിയായി, ഇപ്പം നമുക്ക് നല്ല വീടായി, ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ UK-യിലായി. ആമേൻ. ഇപ്പം നല്ല നിലയിലായപ്പോൾ ആമേൻ കർത്താവ് എന്ന് പറഞ്ഞ് നിൽക്ക്, ഇപ്പം എൻ്റെ അപ്പനെ ഒന്ന് ശരിയാക്കിയിട്ട് ഇപ്പം വരാം, അപ്പനോടൊന്ന് എൻ്റെ പൊന്നെ ഇപ്പുറത്ത് നിന്ന് വേദനിക്കുന്ന കർത്താവിനെ കാണാൻ ഇന്ന് പകൽ കണ്ണു തുറക്കാൻ ആമേൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ആമേൻ ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹം ആമേൻ കർത്താവ് പറയാ, ഞാൻ അത് വർദ്ധിപ്പിച്ചു തരികയാണ്. എൻ്റെ സന്ദേശം ഇന്ന് പകൽ തിരിച്ച് ഞാൻ നിങ്ങളോട് പറയാ, ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിക്കണം. ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം എന്ത് ചെയ്യണം? വർദ്ധിക്കണം. അതിനെ ലിമിറ്റ് ചെയ്യാൻ ഒന്നിനും അനുവദിക്കരുത്. സ്തോത്രം. കർത്താവ് തന്നെ ചിലരെ വിളിച്ചപ്പോൾ ചെല്ലു പറഞ്ഞില്ലേ, ആമേൻ ഹല്ലേലൂയ, ആദ്യം എൻ്റെ അപ്പനെ പോയി അടക്കിയിട്ട് ഞാൻ നിന്റെ പുറകെ എന്ത് ചെയ്യാം?
വരാം. ആമേൻ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് കർത്താവ് പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞ്, നീ എന്നെ ഒന്ന് മുൻപിലേ ഒന്ന് ആക്കിക്കേ. ഇന്ന് പകൽ ഞാൻ ചിലരോട് ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ നന്മകൾ നമ്മുടെ മുൻപിൽ തുറന്ന് നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ക്യാമ്പിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ നീ ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുമ്പോൾ നിനക്ക് ആ നന്മ കാണാൻ തക്കവണ്ണം ദൈവം നിന്റെ കണ്ണു തുറക്കും. അവിടെ നന്മ ഉരുവാകേണ്ട, നന്മ ആരെങ്കിലും കൊണ്ട് വെക്കേണ്ട, ഇറ്റ്സ് ഓൾറെഡി ദെയർ. അത് അവിടെ ഉണ്ട്. നിന്റെ സ്നേഹം ക്രിസ്തുവിലേക്ക് ആഴത്തിലാകുമ്പോൾ, അതൊന്ന് വർദ്ധിച്ചു വരുമ്പോൾ, ഭക്തരായവരുടെ കൂടെ നീ നിൽക്കുമ്പോൾ, അവൻ അഭക്തന് വേണ്ടി അവൻ നിന്റെ സമയത്തെ കളയാതെ നീ മാറി നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രൊവിഷൻ നിന്റെ കൺമുമ്പിൽ നീ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയുക. ചില വാക്യങ്ങൾ നിങ്ങൾ എന്നെ ഒന്ന് വായിച്ച് ഇന്ന് പകൽക്കാലം സഹായിക്കുക. ആമേൻ, ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ നമുക്ക് ശാന്തമായി അല്പസമയങ്ങളിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവികമായ പദ്ധതികളെ ആത്മാവിൽ ഒന്ന് തിരിച്ചറിയുവാൻ, ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസ്നേഹം എന്നതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, ആമേൻ, നമ്മളെല്ലാം മറക്കാതെ എടുക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. വേഗത്തിൽ ഒന്ന് എടുക്കാം. അടുത്ത 1-2 വാക്യങ്ങളൂടെ വേഗത്തിൽ എന്നെ ഒന്ന് വായിച്ച് സഹായിക്കുക. ആമേൻ, ഹല്ലേലൂയ. കീ വേർഡ്സ് എന്ന് പറയുന്നത്, ദൈവസ്നേഹത്തിന്റെ കീ വേർഡ് എന്ന് പറയുന്നത് യോഹന്നാൻ 3:16, തൻ്റെ ഏകജാതനായ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവമവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മെ ഓരോരുത്തരെയും കർത്താവ് എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഒറ്റ പദം മാത്രം അതിനകത്ത് നടത്തിയെടുത്തോട്ടെ. ആമേൻ, ഹല്ലേലൂയ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ആമേൻ, ഞാൻ ആ വാക്ക് മാത്രം അടർത്തിയെടുക്കുക. നീ നശിച്ചു പോകാതിരിക്കാൻ നിന്നെ സ്നേഹിച്ച ഒരു ദൈവം. ഞാൻ നശിച്ചു പോകാതിരിക്കാൻ എന്നെ സ്നേഹിച്ച ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെയും കണ്ടില്ലേ, പന്തളം സ്വദേശിനിയായ ഒരു സഹോദരി ആറന്മുളയ്ക്കപ്പുറത്ത് പാലത്തിൽ വന്ന് എടുത്തു ചാടി. 31-33 വയസ്സുള്ളവൾ, ആമേൻ, വെള്ളത്തിലേക്ക് ചാടി തൻ്റെ ജീവൻ കളഞ്ഞില്ലേ? ആമേൻ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ വരാതെ, ക്രിസ്തുവിനോടുള്ള അനുഭവത്തിൽ വരാതെ നിൽക്കുമ്പോൾ വചനം പറയുന്നു, ആമേൻ, നമ്മൾ നശിച്ചു പോകുക. ഇന്ന് പകൽ നാം നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയതോർത്ത് എത്ര പേർ ഈ പകൽ ധൈര്യത്തോടെ പറയൂ, ആമേൻ, ഞാൻ നശിക്കാതിരിക്കാൻ എന്നെ സ്നേഹിച്ച ഒരുവൻ. എന്റെ കൊച്ചനുഭവത്തിനകത്തൂടെ ഞാൻ മനസ്സിലാക്കി, സജി, ഞാൻ വ്യക്തമായി പറയാൻ കുഞ്ഞെ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ പലരും നമ്മുടെ കൂടെ കൂടിയത് നമ്മുടെ നന്മയുള്ള സീസണിലാണ്. മനുഷ്യൻ പലരും നമ്മുടെ കൂടെ കൂടിയത് നന്മയുള്ള സീസണിലാ. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് പിടിച്ചത് ഞാൻ നശിച്ചു പോകുമെന്ന് ആമേൻ വിധി പറഞ്ഞ സമയത്ത്. ഹലോ, എല്ലാവരും ഞാൻ നശിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോ, സ്വന്തം വീട്ടിൽ നിന്ന് അപ്പൻ ഇറക്കി വിട്ടപ്പോ, ആമേൻ, ഹല്ലേലൂയ, കൂട്ടുകാരുടെ അടുത്ത് അഭയം തേടിയപ്പോ, ആമേൻ, അവിടെ നശിച്ചു പോകാതിരിപ്പാൻ അരികത്ത് വന്നു ചേർത്ത് പിടിച്ചവനായ യേശു. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നെ അപ്പൻ സ്നേഹിച്ചത് എന്തിനെന്നറിയാം? ഞാൻ നശിക്കാതിരിക്കാൻ. ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുകയാണ് ഇതിനകത്ത്. ആ സ്നേഹം വർദ്ധിപ്പിക്കാൻ പോകുക. അതിന്റെ അർത്ഥം നീ നശിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ നശിപ്പിച്ചു കളയാൻ ദൈവം ഒരു ശക്തിയെയും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയാ, ഞാൻ എന്റെ സ്നേഹം നിന്നിൽ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ. യൂദ പറയുന്നു, കരുണയും സമാധാനവും സ്നേഹവും നിങ്ങളിൽ വർദ്ധിക്കുമാറാകട്ടെ. ആ സ്നേഹം വർദ്ധിപ്പിക്കുന്നതിന്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, നീ നശിക്കരുത്. നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറയാമോ, ഇങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന ഒരുവൻ എൻ്റെ യേശു മാത്രമാണ്. ഇങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന ഒരുവൻ എൻ്റെ യേശു മാത്രമാണ്. ഇങ്ങനെ എന്നെ നശിക്കുമെന്ന് തിരിച്ചറിയുന്ന ഒരുവൻ യേശു മാത്രമാണ്. നശിക്കാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ നശിച്ചു പോകാതെ അടുത്ത പറയാം, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മെ ഇതുപോലെ കർത്താവ് അവിടുന്ന് സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒന്ന് വായിക്കുക. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 4:16 വേഗത്തിൽ വായിച്ചു സഹായിക്കാം. 1 John 4:16. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ
നാം അറിഞ്ഞു. എങ്ങനെ? ഇങ്ങനെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ നമ്മൾ എന്ത് ചെയ്തു? അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞേ? മുമ്പ് ചോദിച്ചത് വീണ്ടും ചോദിക്കുക. ദൈവത്തിന് നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് അറിഞ്ഞോ? എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞേ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന്? ഹലോ, എങ്ങനെ അറിഞ്ഞേ? എങ്ങനെ അറിഞ്ഞു? ഉള്ളിലറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു, കണ്ടറിഞ്ഞു, തൊട്ടറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു യേശു എന്നെ സ്നേഹിക്കുന്നെന്ന്? ഉറക്കെ പറ. യേശു എന്നെ സ്നേഹിക്കുന്നത് എങ്ങനെ അറിഞ്ഞേ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പലരും ദൈവസ്നേഹം ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന്. അറിഞ്ഞാൽ പറയത്തില്ലേ? ഹലോ, എങ്ങനെ ദൈവം എന്നെ സ്നേഹിക്കുന്നെന്ന് അറിഞ്ഞ എങ്ങനാ? വീഴാതെ നിലനിർത്തുന്നത് കൊണ്ട്. എങ്ങനെ ദൈവം സ്നേഹിക്കുന്നെന്ന് അറിഞ്ഞേ? എങ്ങനെ സ്നേഹിക്കുന്നെന്ന് അറിഞ്ഞേ? ഹലോ, എന്നോട് ഭയങ്കര സ്നേഹമെന്ന് എങ്ങനെ അറിഞ്ഞേ? സ്തോത്രം. ഞാൻ പറയാം എന്നെ കർത്താവ് എങ്ങനെയാ സ്നേഹിക്കുന്നതെന്ന് ഞാൻ അറിയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫായിട്ട് ഏതെങ്കിലും നിലയിൽ കണക്റ്റഡ് ആകുകയാണെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞു, ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടോണ്ടിരുന്നു. പ്രൈസല്ലോ. കർത്താവ് എന്നെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും അറിയുന്നത്, ഒരൊറ്റ സെക്കൻഡ് പോലും എൻ്റെ അരികിൽ നിന്ന് അപ്പ മാറത്തില്ല. ഒറ്റ സെക്കൻഡ് പോലും. ഒറ്റ സെക്കൻഡ് പോലും. മേജറായ പല ആക്സിഡന്റുകളും എനിക്ക് മുമ്പിൽ സംഭവിക്കത്തക്ക നിലയിൽ ആമേൻ ഞാൻ അതുപോലെ വാഹനം ഓടിച്ച് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ അരികിൽ ഇരിക്കുന്ന അപ്പ എന്നെ ഇന്ന് വരെ കാത്തു. എൻ്റെ അടുത്തൊന്നും മാറത്തില്ല. ദൈവസ്നേഹത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ഒരു രാത്രി എന്നെയും എൻ്റെ കുടുംബത്തെയും കൊന്നുകളയാൻ വഴിയിൽ ചിലർ പതിയിരുന്നു. സജിക്കറിയാം, പതിയിരുന്നു. ആ രാത്രി ദൈവാത്മാ വ്യക്തമായിട്ട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നീ വീട്ടിൽ പോവല്ല, ഇന്ന് നീ വീട്ടിൽ പോവല്ല. ഞങ്ങൾ അന്ന് പോന്ന ആ വീട്ടിൽ കിടക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല. പക്ഷെ ദൈവം എന്നോട് ശക്തമായിട്ട് പറഞ്ഞു, പോകല്ല. പോയില്ല. ആ വീട്ടിൽ കിടന്നു. അന്ന് രാത്രി 11 മണി കഴിഞ്ഞ സമയം ചിലര് അന്നത്തെ അവിടുത്തെ മംഗലത്തെ കൂട്ടായ്മയിലുള്ള ചിലരെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തിയെ നിന്റെ മറ്റോനും? ഞങ്ങൾ മിത്രപ്പുഴ പാലത്തിൽ അവനെ വെട്ടി ഇടാനായിട്ട് നിൽക്കുക. രാത്രി എനിക്കൊന്നൊരു 11-11:30 കഴിഞ്ഞ സമയം ഒരു രാത്രി ഫോൺ വിളിച്ചിട്ട് അതിൻ്റെ അടയാളങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ആൾ കുടുംബമാണ് സജി ലില്ലിക്കുട്ടി. അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന അനുഭവമാണ്. എനിക്ക് മനസ്സിലായി കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാ. നമ്മളെ കൊല്ലാൻ ഒരുത്തൻ മുന്നേ നിൽക്കുമ്പം കുഞ്ഞ് ആ വഴി പോകണ്ടെന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഒന്നും മാറാത്തവൻ. 2, കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഞാൻ അറിയുന്നത് എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടമാണ്. മനുഷ്യൻ കുറച്ചു നേരം ഒക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, ഇനി വാ കഴച്ചില്ലേ, കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എനിക്കറിയാം. എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. 3, കർത്താവിന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നുള്ള കാരണം ഞാനത് അനുഭവിക്കുന്നത്, എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെൻ്റെ ആവശ്യങ്ങൾ അപ്പൻ്റെ ആവശ്യങ്ങളായി അപ്പൻ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഭയങ്കര സ്നേഹമാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ ഇന്നും ധൈര്യമായി പറയാം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനോ എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനോ ഞാൻ 1 രൂപ ആരോടും ചോദിക്കില്ല. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ഇടം എൻ്റെ സ്വർഗ്ഗമാണ്. ചർച്ചിൻ്റെ ആവശ്യം ഫിനാൻഷ്യലി ഞാൻ പറയാറുണ്ട്, മീറ്റിങ്ങിൻ്റെ ആവശ്യം ഫിനാൻഷ്യലി ഞാൻ പറയാറുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെതായ ആവശ്യങ്ങൾ ഒരു മനുഷ്യനോടും ആമേൻ ചോദിക്കാതെ ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരൊറ്റ ഇടമേ ഉള്ളൂ, അതെൻ്റെ സ്വർഗ്ഗമാണ്. അവിടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് നടത്തി തരുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ അപ്പൻ്റെ സ്നേഹം എന്നോട് എത്ര വലുതാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ ദൈവമക്കളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ,
നമ്മളെ അടുത്തറിയുന്ന ഇതുപോലെ ഒരുവൻ ഉലകത്തിൽ വേറെ ആരാ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അതുകൊണ്ട് തിരുവചനത്തിനകത്തൂടെ പറയുകയാണ്, ആമേൻ, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം എന്ത് ചെയ്തു? അറിയണം ദൈവമക്കളെ. കർത്താവ് എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഹലോ, കർത്താവ് എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ അറിയണം. നന്മ വരുമ്പോൾ ആ സ്നേഹം മാറരുത്. ആമേൻ. കരുതലുകൾ അല്ലെ മാനുഷ്യമായ ബന്ധങ്ങൾ വരുമ്പോൾ ആ സ്നേഹം മാറരുത്. ആമേൻ, ഹല്ലേലൂയ. ഇന്നു പകൽ ആരിലും അധികമായി ദൈവത്തെ സ്നേഹിക്കുക, ഇത് അറിയണം. ഓക്കെ, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും അടുത്ത് കണ്ടോ, സ്നേഹം അനുഭവിച്ചാൽ കർത്താവിൽ നമുക്ക് ആഴമേറിയ വിശ്വാസം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കുന്ന ഒരുവനെ നമുക്ക് എന്ത് ചെയ്യും? വിശ്വാസമുണ്ടാകും. തിരിച്ചും പറയാം, വിശ്വസിക്കുന്നവനെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന പദം പറയാനാണ് എനിക്കിഷ്ടം. ആമേൻ, ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഒരുവരിൽ നമ്മുടെ അകത്ത് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇന്നും എനിക്ക് വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നല്ല വിശ്വാസമാണ്. ആമേൻ, ഹല്ലേലൂയ. ഉലകത്തിലേത് മനുഷ്യനേക്കാളും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെന്ന് ഞാനത് വിശ്വസിക്കുക. കർത്താവ് കരുതും, കർത്താവ് നടത്തും, കർത്താവ് കൂടെ ഇരിക്കും, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. വിശ്വസിച്ചിരിക്കുന്നു. അടുത്ത വായിക്കുന്നു, ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും. അപ്പൊ നോക്കിക്കേ, ഞാൻ കർത്താവിലും, കർത്താവ് എന്നിലും. സീസണലല്ല, ചില മാസങ്ങൾ, ചില ആഴ്ചകൾ, ചില ദിവസങ്ങളല്ല, ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ വരുമ്പോൾ മാറ്റിവെക്കുന്നതല്ല. ഞാൻ കർത്താവിലും അവൻ എന്നിലും. ചേർന്ന് കരപടിച്ച് കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാണ്. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം ദൈവസന്നിധിയിൽ നമ്മുടെ അകത്തുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തൊരു വാക്യത്തിലേക്ക് വേഗത്തിൽ വരാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-5 വാക്യം. പെട്ടെന്ന്. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാ സ്നേഹം. എല്ലാവരും പറഞ്ഞാട്ടെ, എൻ്റെ യേശുവിനെ സ്നേഹിച്ച സ്നേഹത്തിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പേര് മഹാസ്നേഹം. ആമേൻ. ഇന്നലെ പകല് ഞാൻ പറഞ്ഞു, മക എന്ന വാക്ക് എവിടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിൻ്റെ അർത്ഥം ദാറ്റ്സ് ഏറ്റവും ടോപ്പ്. അതിനപ്പുറത്ത് വേറൊന്നില്ല. മഹാപുരോഹിതൻ, അതിനപ്പുറത്ത് വേറൊന്നില്ല. മഹാസ്നേഹം, അതാണ് ഏറ്റവും ടോപ്പ്. ആമേൻ. മക എന്ന പദം എവിടൊക്കെ ബൈബിളിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ അതിൻ്റെ തെളിവതാണ്. ഏറ്റവും വലിയത്, ഏറ്റവും ഉയർന്നത്, ഏറ്റവും ഉന്നതമായത്, ആർക്കും മാറ്റിവെക്കാൻ പറ്റാത്തത്, ആർക്കും ഉയർത്തിയെടുക്കാൻ പറ്റാത്തത്. അങ്ങനാണെങ്കിൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹം മഹാസ്നേഹമാണ്. അത് ലോകത്തിൽ ഒരു വ്യക്തിക്ക് തരാൻ കഴിയത്തില്ല, ലോകത്തിൽ ഒരു അനുഭവത്തിന് തരാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ആത്മാർത്ഥമായി ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയുക, ആ മഹാസ്നേഹം എന്റെയും നിങ്ങളുടെയും അകത്ത് ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരുത്താൻ ദൈവം അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. അത് അനുഭവിച്ച പൗലോസ് പറയുന്നത്, ഇതിൽ നിന്ന് ഞാൻ മാറത്തില്ല, ഈ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല. പട്ടിണിക്ക് എന്നെ മാറ്റാനൊക്കത്തില്ല, കഷ്ടതയ്ക്ക് എന്നെ മാറ്റാനൊക്കത്തില്ല, നഗ്നതയ്ക്ക് എന്നെ മാറ്റാനൊക്കത്തില്ല, ആപത്തിന് എന്നെ മാറ്റാനൊക്കത്തില്ല, ആമേൻ, ദാരിദ്ര്യത്തിന് എന്നെ മാറ്റാനൊക്കത്തില്ല, എന്റെ കടബാധ്യതയ്ക്ക് എന്നെ മാറ്റാനൊക്കത്തില്ല, എന്റെ രോഗത്തിന് എന്നെ മാറ്റാനൊക്കത്തില്ല. എന്റെ യേശുവിന്റെ സ്നേഹത്തിന്റെ അകത്തു നിന്ന് എന്നെ മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ഞാൻ അനുഭവിക്കുന്നത് ഏറ്റവും ടോപ്പ് ലവ് ആണ്, ഏറ്റവും ഉയർന്ന സ്നേഹമാ. ഇത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? റബൽ ഘടകമനാദിയാനവ അർക്കജാനബൗഢവേദാരവ ശബ്ദരാധന. കഴിഞ്ഞ രാത്രി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ദൈവസഭയ്ക്ക് മുമ്പിൽ കൈമാറാം. കർത്താവിനോട് പറഞ്ഞു, സ്നേഹം കൊതിക്കുന്ന ചിലർക്ക് മുമ്പിൽ ദൈവത്തിന്റെ മഹാസ്നേഹം വെളിപ്പെടാൻ പോകുകയാണ്. കർത്താവ് അതിനെ വർദ്ധിപ്പിച്ചു തരാൻ പോകുകയാണ്. കുഞ്ഞെ, നീ ആരിൽ നിന്നൊക്കെ സ്നേഹം പ്രതീക്ഷിച്ചിട്ട്, ആരിൽ നിന്നൊക്കെ കരുതൽ പ്രതീക്ഷിച്ചിട്ട് അത് നിനക്ക് വിനയായി മാറുന്നു, അത് നിനക്ക് ഭാരമായി മാറുന്നു, അത് നിനക്ക്
വേദനയായി മാറുന്നു. ഇന്ന് പകൽ എൻ്റെ വാക്ക് ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്. നീ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മഹാസ്നേഹം കൊണ്ട് ഇന്ന് പകൽ സ്വർഗം നിന്നെ നിറയ്ക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ മഹാസ്നേഹം കൊണ്ട് ഇന്നലെ പറഞ്ഞ വാക്കുപോലെ ഹല്ലേലൂയ ആമേൻ വെള്ളം ആമേൻ വന്ന് ആമേൻ അതിനെ കവർ ചെയ്ത് നിർത്തുന്നത് പോലെ, അതിനെ മൂടിയിടുന്നത് പോലെ, ഒട്ടും ഏറില്ലാതെ ആമേൻ അതിനെ ഒതുക്കി വെക്കുന്നത് പോലെ ദൈവത്തിന്റെ വലിയ സ്നേഹം ഇന്ന് പകൽക്കാലം ചിലരെ കവർ ചെയ്യുകയാണ്. ആ മഹാസ്നേഹം അനുഭവിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ, അത് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആ രണ്ട് കരങ്ങളും ചേർത്തടിച്ച് ഇന്ന് പകൽ സന്തോഷത്തോടെ പറ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവം. ഇന്നലെ നമ്മൾ തൊട്ട ഭാഗമാണ് കർത്താവിന്റെ കരുണയുടെ സമ്പത്ത്. കരുണ വർദ്ധിപ്പിക്കുമെന്ന ഭാഗത്ത് നമ്മൾ വന്നപ്പോൾ ഇന്ന് പകൽ കരുണാസമ്പന്നനായ ദൈവം അടുത്ത വാക്ക് പറയാ, നമ്മെ സ്നേഹിച്ച സ്നേഹം ചെറുതല്ല കേട്ടോ. മഹാസ്നേഹ 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 മഹാസ്നേഹ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 39-ാമത്തെ വാക്യം കൂടെ വേഗത്തിലൊന്ന് വായിക്കുന്നു. റോമാലേഖനം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് ഇന്ന് പകൽ ദൈവമക്കളുടെ അകത്തുണ്ടാകണം. ഈ ഉറപ്പ് നമ്മൾ പറയണം. ആമേൻ. റോമർ 8:39. ആമേൻ. ഒന്നുകൂടെ വായിച്ചോ. മരണത്തിന് എന്നെ വേർപിരിക്കാൻ കഴിയാത്ത വലിയ ഒരു സ്നേഹത്തിലാ ദൈവം എന്നെ സ്നേഹിച്ചിരിക്കുന്ന എത്ര പേര് പറയും? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധങ്ങളും എല്ലാം എവിടെ വരെ വരത്തുള്ളൂ? ശവകുടീരം വരെ അല്ലേ? ഫ്യൂണറലിലെ ആ ലാസ്റ്റ് മൊമെന്റിൽ വന്ന എൻ്റെ വാക്ക് ഞാൻ സാധാരണ പറയുന്ന പോലെ ആമേൻ അങ്ങോട്ട് ദുഃഖത്തോടെ തിരിഞ്ഞും ബോഡി വെച്ചിട്ട് കവർ ചെയ്ത് തിരിച്ചു വരുമ്പം ആമേൻ പപ്സും ഉഴുന്നുവടയും തിന്നുന്ന സ്നേഹമേ ഈ ലോകത്തിനുള്ളൂ. നിങ്ങൾ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും. ആമേൻ. അത് മാറി ഇപ്പൊ ബിരിയാണി വരെയൊക്കെ ആയെന്ന് പറയുന്നുണ്ട്. അത് മാറി വീട്ടിൽ ആഘോഷമൊക്കെ ആയെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. മരണങ്ങൾ സന്തോഷമായി മാറുന്ന ഒരു കാലത്തിൽ വന്നിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് നോക്കിക്കോണേ. മരണത്തിന് മാറ്റാൻ കഴിയാത്ത ഒരു സ്നേഹത്തിലാ ഞാനും ക്രിസ്തുവും തമ്മിൽ. ആമേൻ. അതിൻ്റെ അർത്ഥം എന്നാ? ഇവിടെ ഞാൻ മരിച്ചാൽ യേശുവിൻ്റെ സ്നേഹം തീരുന്നില്ല. ഉണ്ടോ അമ്മച്ചി? തീരുവോ? ഇല്ല. ഇവിടെ നമ്മളിപ്പം മരിച്ചു. ആമേ. എനിക്ക് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്ക് ഞാൻ പറയാം. ഇവിടെ ഞാൻ ഇപ്പോൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ, പ്രസൻസ് എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഞാൻ മരിച്ചു കഴിയുമ്പോൾ. വചനം പറയുന്നു, ആത്മാവിനെ ആരെടുത്തോണ്ട് പോവുക? ഹല്ലേലൂയ. അപ്പൊ ഇവിടുത്തെ ഈ ആമേൻ ഹല്ലേലൂയ മണ്ണെ പ്രതി തീരുന്നതല്ല എൻ്റെ അപ്പൻ എന്നോടുള്ള സ്നേഹം. മക്കൾ തിരിച്ചറിയണം. ദൈവമക്കൾ അത് തിരിച്ചറിയണം. സഭ തിരിച്ചറിയണം. ഞാൻ മരിക്കുമ്പോൾ തീരുന്നതല്ല. വചനത്തിന്റെ സേമിച്ച് പറയാം, നിങ്ങൾ മരിച്ചവരെ പോലെ എന്നെ മറന്നു കളഞ്ഞു. സ്തോത്രം. അതിന്റെ അർത്ഥം എന്നാ? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറക്കും. എത്ര വിലയുള്ള അവൻ പെട്ടിക്കകത്താക്കിയാലും മറക്കും. ആമേൻ. എത്ര ഗാർഡനെ കൊണ്ട് അടക്കിയാലും മറക്കും. ഇന്നത്തെ കാലത്ത് ജീവനുള്ളപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല, പിന്നെ ആ മരിച്ചു കഴിയുമ്പോൾ അല്ലേ? സ്തോത്രം. പക്ഷെ യേശുവുമായിട്ടുള്ള ആ സ്നേഹം ഒന്ന് ഓർത്ത് നോക്കിക്കേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ. എത്ര പേര് പറയും? പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ.
സ്നേഹിക്കുന്നേ. മരണത്തിന് മാറ്റാൻ കഴിയാത്തൊരു സ്നേഹം ഉലകത്തിൽ അനുഭവിക്കാൻ കഴിയുമെങ്കിൽ അതെന്റെ യേശുവിൻ്റെയാ. രണ്ടാമത്തെ വാക്ക് മരണത്തിനോ ജീവനോ. ഞാൻ എന്നെ തിരിച്ചാ പറയുന്നത്. ജീവനുള്ള ഒന്നിനും യേശുവിനെ പോലെ എന്നെ സ്നേഹിക്കാൻ ഒക്കത്തില്ല. ജീവനുള്ള ഒന്നിനും, മനുഷ്യനായിക്കോട്ടെ, പെറ്റ്സ് ആയിക്കോട്ടെ, അമേൻ എന്ന് പറയുന്നത് എന്തുമായിക്കോട്ടെ, ജീവനുള്ള ഒന്നിനും യേശുവിനെ പോലെ എന്നെ സ്നേഹിക്കാൻ ഒക്കത്തില്ല. എത്ര പേർ നിങ്ങളത് മനസ്സിലാക്കുന്നു? മരണത്തിനോ ജീവനോ. അടുത്ത പറയാ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും. ഞാൻ അതിനെങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ യഥാർത്ഥത്തിലേക്ക് വരാം. യേശുവിനെ പോലെ നിന്നെ സ്നേഹിക്കാൻ ഒക്കത്തില്ല. ഈ പറയപ്പെട്ട ഒന്നിനും യേശുവിനെ പോലെ നിന്നെ സ്നേഹിക്കാൻ ഒക്കില്ല. കാരണം കർത്താവ് പറയുന്നു, അവൻ അത്ര വലിയ സ്നേഹമാ നമുക്ക് നൽകിയത്. എന്തിനാ? കൺമീൻ, നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ നമുക്ക് ഭയങ്കര വലിയ സ്നേഹം നൽകിയിരിക്കുക. ഇതിനൊന്നും അതുപോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. തിരിച്ച് നമ്മുടെ സമർപ്പണം പറയുകയാണ്. ഒന്നും കൂടെ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ. എത്ര പേരുന്നു പകൽക്കാലം ധൈര്യത്തോടെ കർത്താവിന് മുമ്പിൽ പറയും, അപ്പൊ ഇതിനൊന്നും നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ കളയാനൊക്കത്തില്ല. ഹലോ, നമ്മൾ തമ്മിലുള്ള സ്നേഹത്തെ കളയാനൊക്കത്തില്ല. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തെ മാറ്റാനൊക്കത്തില്ല. ഇന്ന് പകൽ എന്നോട് ഹല്ലേലൂയ ആഴത്തിൽ ഈ ശബ്ദം കേട്ട് വിശ്വസിക്കുന്ന ദൈവമക്കളെ നോക്കി ഞാൻ പരിശുദ്ധാത്മാവിൽ കൈമാറാ. അങ്ങനെ ചിലരെ കർത്താവിന് ഇതിനകത്ത് ആവശ്യമുണ്ട്. ആമേൻ. മാറാതെ നിൽക്കുന്ന സ്തോത്രം. ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞിട്ടും യേശുവിനെ സ്നേഹിക്കുന്ന എത്രയോ ഭക്തന്മാരുണ്ടല്ലേ. സ്തോത്രം. മറ്റു മതസ്ഥരായി മറ്റു മതവിശ്വാസങ്ങൾക്കകത്തു നിന്ന് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടും ജീവന്റെ അമേൻ എന്ന് പറയുന്നത് അമേൻ ജീവൻ അപകടത്തിലാകുമെന്ന് പറയുമ്പോഴും അമേൻ യേശുവിന് വേണ്ടി നിൽക്കുന്ന എത്രയോ പേരുണ്ട്. സ്തോത്രം. അവരൊക്കെ കർത്താവിന് വേണ്ടി വില കൊടുക്കുന്നു. ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, കെവിൻ ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് പറഞ്ഞു, പപ്പ ഇവരുടെ കൂടെയാണല്ലോ നിത്യതയിൽ ചെല്ലുമ്പം പോകണ്ടെന്ന് ഓർക്കുമ്പം അകത്തൊരു പേടിയെന്ന്. ഇന്നത് പറയാനൊക്കത്തില്ല, ആ സാക്ഷ്യം പറയാനൊക്കത്തില്ല. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു കൂട്ടം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഭാരതത്തിൽ എത്രയോ ദൈവദാസന്മാർ, മലയാളികൾ അടക്കമുള്ള ദൈവദാസന്മാർ ദീർഘമാസങ്ങൾ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ട് വസ്ത്രമില്ലാതെ ആഹാരമില്ലാതെ ശരീരം മുഴുവൻ മുറിക്കപ്പെട്ട് ദണ്ഡിക്കപ്പെട്ട് ഇപ്പോഴും അവൻ കണക്കിന് അതീതമായി അകത്ത് കിടന്നിട്ടും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്നും മാറത്തില്ലെന്ന് അവൻ പറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ ഞാനും നിങ്ങളും നിത്യതയ്ക്ക് വേണ്ടി ഓടുന്നതെന്ന് മറക്കരുത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കർത്താവനദാസൻ VP ഫിലിപ്പ് എന്നറിയപ്പെടുന്ന ദൈവഭൃത്യൻ എഴുതിയ ഇനി ഞാൻ മരിക്കട്ടെ എന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് മുഴുവൻ ആമേൻ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായ ആമേൻ ഹല്ലേലൂയ എൻ്റെ ഓർമ്മയിലേണ്ട 120ഓളം രക്തസാക്ഷികളുടെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇനി ഞാൻ മരിക്കട്ടെ എന്ന ആ പുസ്തകം. അതിനകത്ത് എത്രയോ ദാരുണമായ നിലയിൽ ആമേൻ ഹല്ലേലൂയ ജീവൻ വെടിയേണ്ടി വന്നിട്ടും ആമേൻ ക്രിസ്തുവിനെ വിട്ടുകളയാതെ മുറുക്ക പിടിച്ച രക്തസാക്ഷികളുടെ കൂടെയാണ് ഞാനും നിങ്ങളും നിത്യതയ്ക്ക് വേണ്ടി ഓടുന്നെന്നുള്ള കാര്യം മറക്കരുത്.
സ്വന്തം രാജ്യം വിട്ട്, സ്വന്തം ആകാരം വിട്ട്, സ്വന്തം അമേൻ എന്ന് പറയുന്നത് അമേൻ എല്ലാ ജീവിത അനുഭവങ്ങളും വിട്ട് ഈ ഭാരതത്തിന്റെ ഒറീസയിൽ വന്ന് അമേൻ ഒരപ്പനും തന്റെ മക്കളും കൂടെ അമേൻ വെന്ത് മരിച്ചിട്ടും അമേൻ ഈ ഭാരതത്തിൽ നിന്ന് പോകാതെ യേശുവിന്റെ സ്നേഹമായി നിലനിൽക്കുന്ന ഭക്തന്മാർ ഇന്നും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നിത്യതയ്ക്ക് അവരുടെ കൂടെയാണ് ഓടുന്നത് എന്ന് നാം മറന്നു പോകരുത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ ഒത്തിരി പേരുണ്ട്. ചിലരൊക്കെ പണത്തിന് വേണ്ടി ഓടുന്നു, ചിലരൊക്കെ പദവിക്ക് വേണ്ടി ഓടുന്നു, ചിലരൊക്കെ മറ്റു ചിലതിന് വേണ്ടി ഓടുന്നു. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി ലാക്ക് വെച്ചോടുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ ഇന്ന് പകൽ പരാജയപ്പെടാതെ നിൽക്കാൻ ഞാൻ ക്ലോസ് ചെയ്യാണ്. സദൃശ്യവാക്യം 16-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ച് ഞാൻ അവിടെ നിന്ന് നിർത്തുന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായിട്ട് പറ, ഞാനും നിങ്ങളും ഓടുന്നത് ഒരു വലിയ സാക്ഷികളുടെ കൂടെയാണ്. ആ കൂട്ടത്തിൽ ഉള്ളൊരു കൂട്ടമാണ് ഗർവികളായവർ. അവർ കവർച്ച ചെയ്യപ്പെടുന്നവരാണ്. ആ കവർച്ച പങ്കിടരുത്. സ്തോത്രം. ഇന്ന് രാവിലെ സഫലുമായി നേരത്തെ വന്ന് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ മനസ്സിലായി, ദൈവത്തിന്റെ നന്മകൾ പങ്കിട്ടെടുത്തു പറയുന്ന ചില മേഖലയിൽ കവർച്ച ചെയ്യപ്പെടുന്നത് ഇന്നും അത് യാഥാർത്ഥ്യമായി പലയിടങ്ങളിലും പോകുകയാണ്. ദൈവം തന്നിരിക്കുന്ന സ്നേഹത്തിന്റെയും ദൈവം തന്നിരിക്കുന്ന നന്മകളുടെയും അത് ഗർവികൾക്ക് മുൻപിൽ പോയി കവർച്ച ചെയ്യപ്പെട്ടു പോകരുത്. അതിനെ കവർച്ച ചെയ്ത് കളയരുത്. ഇന്ന് പകൽ ഞാനും നിങ്ങളും ആ കൂട്ടത്തിലാകരുത്. ഗർവികളുടെ കൂടെ കവർച്ച ചെയ്യാൻ ഒത്തിരി കാണും, പങ്കിടാൻ ഒത്തിരി കാണും. പക്ഷെ ഇന്ന് താഴ്മയുള്ളവനോട് കൂടെ താഴ്മയുള്ളവനായിരിക്കുക. കർത്താവ് പറയാണ്, ഞാൻ എന്നെ തന്നെ താഴ്ത്തുക. എവിടാ? ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. എന്തിനെന്നറിയാമോ? താണ എൻ്റെ കൂടെ ഒന്ന് വന്നിരിക്കാൻ. എൻ്റെ കൂടെ ഒന്ന് വന്നിരിക്കാൻ. എന്നിട്ട് ചെയ്തത് എന്നാന്നറിയാമോ? അവൻ എന്നെ അവനെ പോലെ അവനോളം ഉയർത്തി. ഉയർത്തിയോ ഇല്ലയോ? താണു വന്നിരുന്നു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി. അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, സാമേ, നീ കിടക്കുന്ന ഈ ചേറ്റിൽ നിന്ന്, ഈ കുഴിക്കകത്ത് നിന്ന് ഞാൻ നിന്നെ ഉയർത്താൻ പോകുകയാണ്. നിന്റെ ചതഞ്ഞ ഓട ഞാൻ ഒടിക്കത്തില്ല, നിന്റെ പുകയുന്ന തിരിയെ ഞാൻ കെടുത്തത്തില്ല. നിനക്കെതിരെ വന്നതൊന്നും ആമേൻ ഹല്ലേലൂയ ഞാൻ കാണാതെ പോയില്ല. അതിൻ്റെ കൂടെ ഞാനിരുന്ന് ഞാൻ എൻ്റെ കൂടെ നിന്നെ ഉയർത്തുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, താഴ്ചകളിൽ കൈവിട്ടു പോകുന്ന ഒരു ദൈവമല്ല, താഴ്ചകളിൽ താന്നു വന്ന് നിന്നെ ഉയർത്തിയെടുക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഏത് ഗ്രൂപ്പിലാകണം? ആമേൻ ഹല്ലേലൂയ. 20-ാമത്തെ വാക്യം തിരുവചനം പ്രമാണിക്കണം. നമ്മൾ ഏത് ഗ്രൂപ്പിലാകണം? വചനം കേൾക്കുന്നവരുടെ കൂടെയല്ല, വചനം പ്രസംഗിക്കുന്നവരുടെ കൂടെയല്ല, വചനം വായിക്കുന്നവരുടെ കൂടെയല്ല. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതെല്ലാം ചെയ്താലും ബ്ലെസ്സിങ്ങാ. പക്ഷേ ആമേൻ, ഇതെല്ലാം ചെയ്തിട്ട്, വചനം വായിച്ചിട്ട്, വചനം പ്രസംഗിച്ചിട്ട്, വചനം ധ്യാനിച്ചിട്ട്, വചനം പ്രമാണിക്കുന്നില്ലെങ്കിൽ ജീവിതം പരാജയമായി മാറും. അതുകൊണ്ട് കർത്താവ് പറയാ, വചനം പ്രമാണിക്കുന്നവൻ എന്നെ കണ്ടെത്തും എന്നറിയാമോ? നന്മ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയത്, നിന്റെ ഗ്രാൻഡ് ചിൽഡ്രൻസിന് വേണ്ടിയത്, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് വേണ്ടിയത് നന്മ കണ്ടെത്താൻ ഒറ്റ ഇടമേ ഉള്ളൂ. അത് ഉലകത്തിൽ ഒരു മനുഷ്യന്റെ അല്ല, അവൻ ഏതെങ്കിലും ഒരു ബിസിനസ്മാന്റെ ബിസിനസ് സംഹിതകൾക്കകത്തല്ല. ഇന്ന് പകൽ എൻ്റെ നന്മ എൻ്റെ ദൈവത്തിന്റെ വചനത്തിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ ധ്യാനിച്ച് വായിച്ച് പ്രാർത്ഥിച്ച് അതിനെ പ്രമാണിക്കുന്ന ഒരു കൂട്ടമായി മാറണം. 3, യഹോവയിൽ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും. ചിലർ ലോകത്തിലെ മനുഷ്യരിൽ ആശ്രയിക്കും. കർത്താവ് പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. ഉലകത്തിൽ നിനക്ക് നന്മ കണ്ടെത്താൻ ഒരനുഭവം ദൈവത്തിൽ ആശ്രയിക്കുക. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. കുലുക്കാൻ പല കാറ്റും വരും, കുലുക്കാൻ പല കോളും വരും, കുലുക്കാൻ പല പ്രതിസന്ധിയും വരും. പക്ഷെ നിന്റെ ആശ്രയം ദൈവത്തിലാകയാൽ നീ കുലുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. അടുത്ത പദം അവിടെ കണ്ടത് ഇങ്ങനെ, യഹോവയിൽ ആശ്രയിക്കുന്നവർ അവർ ഭാഗ്യവാന്മാരായി മാറും. ഇന്ന് പകൽ ലോകം പറയും നീ ഒരു ഭാഗ്യവാൻ. എങ്ങനെ? നിന്റെ ആശ്രയം ദൈവത്തിലാകുമ്പോൾ. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ,
യൂദയുടെ ലേഖനത്തിലേക്ക് വരുന്നു. അവരെ നോക്കി കർത്താവ് പറയുന്നു, എൻ്റെ കരുണ ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, എൻ്റെ സമാധാനം ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, എൻ്റെ സ്നേഹം ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യം, ദുഷ്കാമ പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവത്തെ നിന്ദിക്കുന്നവരുടെ കൂടെ നാം ആകാതെ അങ്ങനെ നുഴഞ്ഞു കയറി വന്ന് നിന്റെ വീടിനകത്ത് കയറി നിന്റെ പ്രാർത്ഥന മുടക്കുന്ന, നിന്റെ കുടുംബത്തിനകത്ത് കയറി നിന്റെ സ്വസ്ഥത മുടക്കുന്ന, അങ്ങനെ നുഴഞ്ഞു കയറി വന്ന് നിന്റെ ആത്മീയ വിഷയത്തെ ചോദ്യം ചെയ്യുന്നതിനെ ഇന്നു പകൽ മനഃപൂർവ്വമായി അകറ്റി നിർത്തി ഞാൻ ക്രിസ്തുവിലും അവന്റെ വചനത്തിലും ആശ്രയിക്കുന്നു എന്ന് പറയാൻ ഇന്ന് പകൽ നമ്മുടെ അകത്ത് ധൈര്യമുണ്ടാകട്ടെ, നമ്മുടെ അകത്ത് ഒരു ആത്മീയ ധൈര്യമുണ്ടാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം, കണ്ണുകളടച്ച് ദൈവപാദപീഠത്തിലേക്ക് പൂർണ്ണമായിട്ടും അവിടെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ കാൽപാദങ്ങൾ ചുംബിച്ച് ഈ ലോകത്തിലെ എന്ത് ഉയർച്ചകളോ താഴ്ചകളോ എന്തായാലും അങ്ങ് മാത്രം വലിയവനെന്ന് പറഞ്ഞ് അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞങ്ങൾക്ക് ബലം തരണമേ. ആ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിയും, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ സൂക്ഷിക്കും. ഈ ജനത്തെ ഞാൻ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. അവരിൽ ദൈവത്തിന്റെ കരുണ വർദ്ധിക്കട്ടെ, ദൈവത്തിന്റെ സമാധാനം വർദ്ധിക്കട്ടെ, ദൈവത്തിന്റെ സ്നേഹം വർദ്ധിക്കട്ടെ. ഇവർ ദൈവിക കരുണയെ ഷെയർ ചെയ്യുന്നവരായി മാറട്ടെ, ഇവർ ദൈവിക സമാധാനത്തെ പങ്കുവയ്ക്കുന്നവരായി തീരട്ടെ. ദൈവിക സ്നേഹം ഇവരിൽ നിന്ന് നദി പോലെ മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ. അതിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവസഭയെ അടിയങ്ങൾ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മ നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും വാത്സല്യ ദൈവസഭയോടുകൂടെ ക്രിസ്തു യേശുവിന്റെ 2ാം വരവിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ദൈവിക കരുണയും ദൈവിക സമാധാനവും ദൈവിക സ്നേഹവും വർദ്ധിച്ച് 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 ദൈവിക അനുഗ്രഹങ്ങളിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. May God bless you. We love you.